പേരയ്ക്ക വേണ്ട രാജേ, 2 എണ്ണം. സോറി. രാജമ്മേ, ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. നോക്കിക്കൊള്ളണേ. മജരാജെ, ഇറങ്ങി വാ. വേഗം വാ രാജേ. ഇറങ്ങാൻ സാധിക്കുന്നില്ലല്ലോ രാജമ്മേ. പിന്നെ കേറിയത് എങ്ങനെ? ഇറങ്ങി വാ. രാജമ്മേ, എനിക്ക് പേടിയാവുന്നു. ഇറങ്ങാൻ വീഴും രാജമ്മേ. എന്നാൽ ഇറങ്ങട്ടെ രാജ. പിന്നെ ഞാൻ വരുന്ന എന്ത് ചെയ്യും രാജമ്മേ? എന്താ വേണമെന്ന് കരയുടെ? അല്ല, ഉള്ള പേരയ്ക്ക് കട്ടുപറിച്ച് തിന്നിട്ട് കരയുന്ന പെണ്ണ് കരയുന്ന എന്തിനാണെന്ന് പറയൂ. മുകളിലുണ്ടോ? വയ്യെങ്കിൽ അവിടെ ഇറങ്ങി എങ്ങനെയൊക്കെ വഴി. അയത്തില് ജീവനും കൊണ്ടങ്ങ് ഓടിയില്ലേ? ഓടി വന്നേ. വരാം. അമ്മേ, മോളെന്താ ഇത്രയും താമസിച്ചത്? പിന്നെ എന്താ? ഒന്നുമില്ല. മിടുക്കി, നോക്ക് കാപ്പി കുടിക്കണ്ടേ? വാ. മോടെ കയ്യെന്താ ഓർന്നിരിക്കുന്നത്? പിന്നെ പേരുമരത്തിൽ കയറിയത്. പേരുമരത്തിലോ? രാധയ്ക്ക് പേരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മേ. എന്നാലും വല്ലവരുടെയും പേരുമരത്തിൽ കയറുന്നത് തെറ്റല്ലേ മോളെ? അതുമാത്രമാണോ? മരം കയറുന്നത് കൊള്ളാം. പിന്നെ ഗോപിയെല്ലാം കയറുന്നതോ? അവരൊക്കെ ആൺപിള്ളേരല്ലേ. മരം കയറുന്ന പെൺപിള്ളേരെ വല്ലവരും കല്യാണം കഴിക്കുമോ? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? കൊള്ളാം, നല്ല ചോദ്യം. ആ, മോളി പാല് കുടിക്കും. ലക്ഷ്മി, ലക്ഷ്മി, അച്ഛൻ വന്നു. അല്ല, മോള് സ്കൂളിൽ വന്നോ? അച്ഛൻ തരാൻ പോവല്ലേ മോളെ? ഒരു ദിവസമെങ്കിലും മോക്ക് മുട്ടായി ഇരുന്നുകൂടല്ലേ? പിന്നെ ദിവസം കൊണ്ടുവരുന്നത്. അങ്ങനെ ചോദിക്കും മോളെ. ആ, ചോദ്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ചോദിപ്പിക്കും. മോളിന്ന് വേറൊരു ചോദ്യം ചോദിച്ചു. എന്താ മോളെ ചോദിച്ചത്? കല്യാണം ചെയ്യുന്നത് എന്തിനാണ്? അതൊരു നല്ല ചോദ്യമാണല്ലോ ലക്ഷ്മി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്നാ ഞാൻ ചോദിക്കാം, നീ എന്തിനാ കല്യാണം കഴിച്ചത്? പിന്നെ വേറൊന്നും അറിയണ്ടേ? മറുപടി പറയാൻ മടിയുള്ള ഒരു തുറന്ന ചോദ്യം അല്ലേ ലക്ഷ്മി? രണ്ടുപേരും കൂടി എങ്ങോട്ടാ? മോള് വേഗം വരണം, നാമം ചൊല്ലാൻ നേരമായി.
തിരുമയിൽ പീലി നിറുകയിൽ കുത്തി ചുരുൾ മുടിക്കെട്ടിൽ തുളസി പൂചൂടി അരയിൽ മഞ്ഞപ്പട്ടുടു തൂകിൽ ചുറ്റി വരുവരു കൃഷ്ണ ഗുരുവായൂരപ്പ തിരുമയിൽ പീലി നിറുകയിൽ കുത്തി ചുരുൾ മുടിക്കെട്ടിൽ തുളസി പൂചൂടി അരയിൽ മഞ്ഞപ്പട്ടുടു തൂകിൽ ചുറ്റി വരുവരു കൃഷ്ണ ഗുരുവായൂരപ്പ കനക കിങ്ങിണി കുലുകുലുങ്ങനെ കമല പൂങ്കവിൽ തുടുതുടുന്നനെ മനസ്സിൽ ഉള്ളിലെ മണിതൃക്കോവിലിൽ വരൂ വരം തരൂ ഗുരുവായൂരപ്പ ഇരുട്ടിൽ ഞങ്ങൾക്കു വെളിച്ചമാകണം അകത്തെ കണ്ണുകൾ തുറന്നു തന്നിടണം കറുത്ത മായയാ
അമ്മ വിളിച്ചിട്ട് എന്നിട്ടില്ല. നീ വിളിച്ചത് ഞാൻ കേട്ടില്ല മോളെ. അല്ലെങ്കിൽ അമ്മ എഴുന്നേക്കാതിരിക്കുമോ? അതെങ്ങനെ കുഞ്ഞു വിളിക്കുന്നത് നീ എങ്ങനെ അറിയും? എനിക്ക് കുംഭകർണ സേവയല്ലേ. എന്നാ ഈ പറഞ്ഞ ആർക്കും എഴുന്നേക്കാമായിരുന്നില്ലേ? ഇനി ഞാനൊരു പുരുഷനാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്, മനസ്സിലായോ? സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. ലക്ഷ്മി, രാവിലെ എടുത്തുത്തരം പറഞ്ഞ തല്ലു വാങ്ങിക്കരുത് കേട്ടോ. പിന്നെ എത്ര ദിവസമാണ് തല്ല് വാങ്ങിയിരിക്കുന്നത്? ഒരു ദിവസമെങ്കിലും ഒന്ന് തല്ലിയിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. എടാ, അത് കൊള്ളാമല്ലോ. തല്ലാത്തതിനും പരാതിയായ. ഇനി കാപ്പി കുടിച്ചിട്ട് സംസാരിക്കും, ഇല്ലെങ്കിൽ ജീവിക്കും. രാജമ്മേ, ദേ വരുന്നു. കളിക്കാൻ പോ. പോ. അമ്മേ, ഞാൻ കളിക്കാൻ പോകട്ടെ. മോള് പാടമെല്ലാം എഴുതി കഴിഞ്ഞു. പോ. എന്നാ പോയിച്ചു വരും. മോളെ, മഴക്കോളുണ്ട്. മഴയ്ക്ക് മുമ്പെങ്കിൽ പോരണേ. ശരി. ഇനി ഭയപ്പെടാനൊന്നുമില്ല. അമ്മ ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവനെ രക്ഷിച്ചു. ഞാനല്ല, ഈശ്വരനാണ് രക്ഷിച്ചത്. അപ്പോ കണ്ണിലെ കെട്ട് 2 ദിവസത്തിനകം കെട്ടിരിക്കാം. അതുവരെ കണ്ണിന് റെസ്റ്റ് ആവശ്യമാണ്. മിന്നലിന്റെ ഷോക്കേറ്റതല്ലേ. രക്ഷപ്പെട്ടത് എന്നെ ഈശ്വരാധീനമാണ്. എങ്ങനെ ഇരിക്കുന്നു ഗോപാലപിള്ളേ? വിശേഷമൊന്നും ഇല്ലാതെ 2 ദിവസത്തിനകം കെട്ടഴിക്കാമെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ആ, ഈശ്വരാധീനം തന്നെ. അല്ലെങ്കിൽ ഇടിവെട്ടേറ്റാലുണ്ടോ രക്ഷപ്പെടുന്നു. അതും ഒരു പിഞ്ചു കുഞ്ഞ്. ഞാനും വല്ലാതെ ഭയപ്പെട്ടു പോയതാവുന്നേരെ. ആ, കുഞ്ഞെവിടെ കിടക്കുന്നു? വരണം, അകത്തേക്ക് വരണം. കുഞ്ഞെ, എന്താ? വിഷമിക്കേണ്ട, വേഗം സുഖമാവും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, എന്താ മോളെ? ഈ കെട്ട് അഴിക്കൂ അമ്മേ. എത്ര ദിവസമായി ഞാൻ അമ്മയെ കണ്ടിട്ട്. ഡോക്ടർ വന്നിട്ട് മോളെ കെട്ടേറ്റു. അച്ഛാ, അച്ഛനോടുണ്ട് മോളെ. എന്താ, ചുമ കുറവുണ്ടോ? ഇന്ന് കുറച്ച് കുറവുണ്ട്. ആ മരുന്ന് തന്നെ കഴിച്ചാൽ മതി. ശരി. അമ്മേ, ഈ കെട്ട് അഴിക്കൂ അമ്മേ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അല്പം കൂടി സമാധാനപ്പെടും. എന്താ കുഞ്ഞെ? എനിക്ക് എല്ലാവരും കാണണം. അതിനെന്താ, കെട്ടഴിക്കണമല്ലേ? ഇപ്പോൾ അഴിച്ചോളെ. നൈസ്.
മൂടാൻ നിൽക്കുകയാണോ? ഇങ്ങോട്ട് പോരെ. ആരാണമ്മേ? രാധ ഒന്ന് നിൽക്കും. രാധയോ? രാധേ, രാധമ്മേ, നീ ഇന്ന് പള്ളിക്കൂടത്തിൽ പോകുന്നില്ല രാധേ. നീ കൂടെ ഇല്ലാതെ ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല രാധമ്മേ. അത് വേണ്ട പോട്ടെ, മോണെങ്കിലും സ്കൂളിൽ പോകണം. രാധ പഠിക്കുന്നത് ഇവിടെ വന്ന് എന്നെയും പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുമോ രാധേ? പഠിപ്പിക്കാം. എന്നാ മോള് ചെല്ലി പള്ളിക്കൂടത്തിൽ പോയിട്ട് വൈകുന്നേരം ഇതിലെ വന്നാൽ മതി. രാധേ, ഞാൻ പള്ളിക്കൂടത്തിൽ വരുന്നില്ലെന്ന് എല്ലാരോടും പറഞ്ഞിരിക്കുന്നു. പറയുമോ രാധേ? പറയാം. എങ്കിൽ മോൾ പോയിട്ട് വരൂ. നീ പോട്ടെ രാജമ്മേ. ആ, വൈകുന്നേരം വരണോ? വരാം. രാജ പോയോ അമ്മേ? പോയി മോളെ. എന്താ? ഇന്നെ കാറ്റ് കിട്ടുമോ അമ്മേ? പള്ളിക്കൂടത്തിൽ പോകാൻ സാധിക്കുമോ അമ്മേ? അമ്മ കരയാനോ? ഇല്ല മോളെ. തിരുമയിൽ പീലി നിറുകയിൽ കൊത്തി ചുരുൾ മുടിക്കെട്ടിൽ തുളസി പൂച്ചൂടി അരയിൽ മഞ്ഞപ്പട്ടുടു തൂകിൽ ചുറ്റി വരു വരു കൃഷ്ണ ഗുരുവായൂരപ്പ. ഇരുട്ടിൽ ഞങ്ങൾക്ക് വെളിച്ചമാകണം, അകത്തെ കണ്ണുകൾ തുറന്നു തന്നിടണം. കറുത്ത മായയാം കടലിൽ നിന്നു നീ കരകേറ്റിയിടണം ഗുരുവായൂരപ്പ. തിരുമയിൽ പീലി നിറുകയിൽ കൊത്തി ചുരുൾ മുടിക്കെട്ടിൽ തുളസി പൂച്ചൂടി അരയിൽ മഞ്ഞപ്പട്ടുടു തൂകിൽ ചുറ്റി വരു വരു കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, രാധ വന്നില്ലല്ല. വരും മോളെ. എവിടെ പോയി? കളിക്കാനും മറ്റും പോയിരിക്കും. ഞാനും കളിക്കാൻ പോകട്ടെ അമ്മേ? മോൾക്ക് പിന്നെ പോകാം. അമ്മ പാല് കൊണ്ടുവരട്ടെ.
എല്ലാം ഈശ്വര വിധിയെന്ന് കരുതി സമാധാനിക്കാതെ ജീവിക്കും. എന്നാലും ഇങ്ങനെ ആരെയും ദൈവം ശിക്ഷിക്കരുത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചുപോലെ ആയത്. നീ ഒന്ന് ചുമ്മാതിരിക്കുമോ? കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ എന്നെ കെട്ടിക്കില്ല. ഞാൻ ഏത് കഷ്ടപ്പാടും സഹിക്കാം. പക്ഷേ കണ്ണില്ലാത്ത ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വെക്കുമ്പോൾ ഞാൻ അവളെ എങ്ങനെ വളർത്തും, എങ്ങനെ സമാധാനിപ്പിക്കും? അച്ഛാ, എന്താ മോളെ? അമ്മ ഇന്ന് വരില്ല അച്ഛാ. വരും മോളെ. അമ്മ എന്നോട് പിണങ്ങി പോയതാണ്. മോളോട് അമ്മ പിണങ്ങുമോ? അമ്മ വന്നാൽ ഞാൻ എങ്ങനെ കാണും അച്ഛാ? എന്റെ പൊന്നു മോളല്ലേ, ഒന്ന് കിടന്നോടാൻ. അച്ഛനും കിടക്കും. അച്ഛനും കിടക്കും. കുഞ്ഞുറങ്ങിയോ ഗോപാലപിള്ളേ? ഒരു വിധത്തിൽ ഉറക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ രാമൻ നായർ. ലക്ഷ്മി മരിച്ചിട്ട് 3 മാസം കഴിഞ്ഞെങ്കിലും അവള് തള്ളയുടെ കാര്യം ചോദിക്കാത്തൊരു ദിവസം പോലുമില്ല. സമാധാനം പറഞ്ഞ് ഞാൻ മടുത്തു. ഇതിനാണ് ഒരു വിവാഹം കഴിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറയുന്നത്. എത്ര പറഞ്ഞാലും നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് എന്തിനാ രാമൻ നായരെ ഇനി ഒരു വിവാഹം? നിങ്ങൾക്ക് വേണ്ടിയല്ല, ആ പെൺകുഞ്ഞിന് വേണ്ടിയെങ്കിലും ഒരു വിവാഹം ചെയ്യാനാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയായാലും പെൺകുട്ടികളെ വളർത്തേണ്ടത് സ്ത്രീകളാണ്. രാജമ്മയ്ക്ക് ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുമോ ഗോപാലപിള്ളേ? കണ്ണില്ലാത്ത ആ കുഞ്ഞിന് ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ ഒക്കുമോ? സ്വന്തം മകളാണെങ്കിലും ഒരച്ഛന് ചെയ്യാവുന്ന സഹായത്തിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് രാജമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഗോപാലപിള്ള കണക്കെഴുത്തിന് പോകാറില്ലേ? എങ്ങനെ പോകും രാമൻ നായരെ? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനൊക്കെ ജോലിയില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഒരുത്തിയ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകാൻ നോക്ക്. രാമൻ നായർ പറയുന്നതെല്ലാം കാര്യമാണ്. പക്ഷേ എന്റെ ലക്ഷ്മിയെ പോലെ ഒരുത്തി എനിക്കിനി കിട്ടുമോ രാമൻ നായർ? അതെങ്ങനെ കിട്ടും? ഒരാൾക്ക് പകരം മറ്റൊരാളെ ഈ ഭൂമിയിൽ കിട്ടുകയില്ല. പോയവരൊക്കെ ഭാഗ്യമുള്ളവരാണെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ ജീവിക്കാൻ നോക്കുക. അതാണ് ബുദ്ധി. എന്തു പറയുന്നു? അന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. അവരുടെയും 2ാമത്തെ വിവാഹമാണ്. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി. ഗോപാലപിള്ളയ്ക്ക് സമ്മതമാണെങ്കിൽ ഉടനെ ആ വിവാഹം അങ്ങ് നടത്താം. എന്താ, വലിയ ആർഭാടത്തിനൊന്നും പോകണ്ട. ഒരു അമ്പലത്തിൽ വെച്ച് ആ ചടങ്ങൊന്ന് നടത്തണമെന്ന് മാത്രം. എന്തു പറയുന്നു? ശരി, രാമനായരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ മീനാക്ഷിക്കുട്ടി, ആ ഗോപാലപിള്ള ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്താ വല്ല അനാവശ്യം പറഞ്ഞ ഭവാനിയമ്മേ? എന്നോടാ അതിനിത്തിരി പുളിക്കും. അയാൾ ആ കവലമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് ഈ മാർക്കറ്റ് മുഴുവൻ പാട്ടാ. അതെന്തിനാ പാടുന്നത്? അയാളുടെ ആവശ്യത്തിന് കല്യാണം കഴിക്കുന്നു. എന്നാലും അതിനൊരു മര്യാദയില്ല മീനാക്ഷിക്കുട്ടി. ആദ്യ ഭാര്യ മരിച്ച സങ്കടം ഇനിയും തീർന്നു കാണില്ല. അതിനിടയ്ക്ക് ഓടിയിരിക്കുന്നു. അല്ല, ഭവാനിയമ്മയുടെ പരിഭ്രമം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അയാൾ ഈ കല്യാണാലോചനയുമായി ഭവാനിയമ്മയുടെ അടുത്തേക്ക് വന്നത്. അല്ല പിന്നെ ആർക്ക് വേണം അപ്പളും താലേ? ആ മുന്തിരിങ്ങ പുളിക്കും. കണ്ണില്ലാത്ത കുഞ്ഞിന് വേണ്ടിയാണ് ഗോപാലുള്ള വീണ്ടും ഒരു വിവാഹം ചെയ്തത്. ആ കാര്യം കമലമ്മയ്ക്ക് എപ്പോഴും ഓർമ്മ വേണം. ആ ഇനി നിങ്ങളായി, നിങ്ങളുടെ വീടായി വലതുകാൽ വെച്ച് പുരയിലേക്ക് കയറിക്കൊള്ളു. ദേ, നിന്റെ അമ്മ. അമ്മയ്യോ, അമ്മേ. ഇല്ല, ഇനി എന്റെ അമ്മയില്ല. അച്ഛാ, എന്താ മോളെ? അച്ഛാ. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. പോയിക്കോളൂ.
ഞാൻ കൂടി അടുത്ത് കിടന്നില്ലെങ്കിൽ അവൾ ഉറങ്ങിയില്ല. വേണ്ട, ഇവിടെ കിടന്നോളൂ, ഞാൻ നോക്കിക്കൊള്ളാം. ആരാത്? ഞാനാ മോളെ, ഉറങ്ങിക്കോ. ചിറ്റമ്മയും കൂടെ കിടക്കാം. വേണ്ട, അച്ഛൻ കിടന്നാൽ മതി. ചിറ്റമ്മ ഉറക്കിത്തരാം. വേണ്ടെന്ന്. അച്ഛാ, അച്ഛൻ എവിടെ അച്ഛാ? അവള് സമ്മതിക്കില്ല. ആ കട്ടിൽ ചെന്ന് കിടക്ക്, ഞാനിവിടെ കിടന്നോളൂ. മോളെ കിടന്നുറായിക്കോളൂ, അച്ഛൻ കൂടെ കിടക്കും. എന്താ മോൾ ഉറങ്ങിയില്ലേ? ഉറങ്ങുന്നതേ ഉള്ളൂ. ഇനി ഉറങ്ങിയില്ലേ? അവൾ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. നീ എന്തിനാ വെറുതെ ഉറക്കം നിൽക്കുന്നത്? കിടന്നുറങ്ങിക്കോളൂ. മോൾ അവിടെ പോയി. എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നു? എന്താ അങ്ങനെ പറഞ്ഞത്? അവള് പിന്നെ എവിടെ പോയി? മോളെ രാമേ, രാജി, അല്ല, മോൾ എന്താ കരയുന്നത്? പിന്നെ എന്താ അച്ഛൻ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകത്തത്? മോളെ ചിറ്റമ്മ കുളിപ്പിച്ച്. വേണ്ട, ചിറ്റമ്മ കുളിപ്പിക്കണ്ട. എങ്കിലും വേണ്ട. ഏതായാലും ഇനി കാപ്പൂടി കഴിഞ്ഞിട്ട് കുളിക്കാം. വാ. മോൾക്കറിയാ, നമുക്ക് കാപ്പി കുടിക്കാം. കഴിക്കും. അച്ഛാ, എന്തിനച്ഛാ ഈ ചിറ്റമ്മ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്? അച്ഛാ, എന്തിനച്ഛാ? മോൾക്കറിയാം. ഇത് കഴിക്കും. എടി വേണേ, വെള്ളം കോരിയിട്ടിരിക്കുന്നു, കുളിക്കുന്നെങ്കിൽ വന്ന് കുളിക്കും. വേണ്ട, അച്ഛൻ കുളിപ്പിക്കൂ. എങ്കിൽ അവിടെ തന്നെ ഇരുന്നു. അച്ഛൻ എത്ര നാൾ കുളിപ്പിക്കുമെന്ന് കാണാമല്ലോ. ഓ, എല്ലാം എന്റെ തലവിധി. അല്ലാതെന്താ, വെറുതെ ആണോ കണ്ണുപോയത്? എന്റെ നാവിന്റെ ഗുണമാണ് ഇത്. കുരുത്തം കെട്ടവൻ. കൗലമ്മേ, കൗലമ്മേ, എന്താ? കുഞ്ഞിനെ എടുത്ത് കട്ടിൽ കിടത്ത്. എനിക്കോ എന്റെ ചീറും കടിയും കൊള്ളാൻ. കണ്ണില്ലാത്ത കുഞ്ഞല്ലേ കൗലമ്മേ? ആ വിചാരം അതിനും വേണം. വല്ലവരുടെയും കുഞ്ഞിനെ വളർത്തിക്കളാന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഒന്നും മേടിച്ചിട്ടില്ല. എന്റെ മോളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു വിവാഹം ചെയ്തത്. അതിപ്പോൾ അവൾക്കൊരു ശിക്ഷയായി. അതൊന്നും സാരമില്ലെന്നേ. രണ്ടാനമ്മമാരാകുമ്പോ ഒരല്പം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. തെറ്റ് രണ്ടു ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും കണ്ടില്ലെന്ന് ഭാവിക്കുകയെ നിവർത്തിയുള്ളൂ. സംഭവിച്ചു പോയില്ലേ, ഇനി സഹിച്ചേക്കാം. അപ്പോ ഞാൻ വരട്ടെ രാമനാരെ. എടി പെണ്ണെ, എവിടെ പോവുക? നീ കഞ്ഞി കുടിച്ച പാത്രമൊക്കെ കഴുകി വെച്ചോ? രാജ പള്ളിക്കൂടത്തിൽ നിന്ന് വരാറായി ചിറ്റമ്മേ. അതിനെന്താ, ഞാൻ ഓടണോ? രാജ വന്നോട്ടെ. ഓ, ഒരു രാധയും കൃഷ്ണനും. എന്താ നീ കാലത്തും പോയിട്ട് ഇത്ര വലിയ പുരാണം? കണ്ണ് കാണാൻ പാടില്ലെങ്കിലും പെമ്പിള്ളേരെ ചെയ്യാവുന്ന ജോലി ചെയ്യണം. കഴിക്കാൻ നേരം കൈയും കഴുകി വന്നേരം ഞാൻ തിണ്ണയിലോട്ട് വിളമ്പി തരാം.
ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയെ ഓർത്ത് സങ്കടപ്പെടരുതെന്ന്? മുട്ടായി അച്ഛന്റെ കൂടെ വണ്ടിയെന്ന് നോക്ക്. അതാ മോടെ കൂട്ടുകാർ വന്നല്ലോ. ഇവിടെ അച്ഛൻ കൊണ്ടിരുന്നു. നമ്മുടെ കാട്ടിലെ കൃഷ്ണൻകുട്ടിയില്ലേ, അവനെ പൊടിച്ചെടുത്ത് അയാൾ എന്തെല്ലാം മന്ത്രം ചൊല്ലി പാവം പെണ്ണായിട്ട്. നീ എന്തിനാ രാധേ അയാളോട് അങ്ങനെ പറഞ്ഞത്? പിന്നെ അയാൾ വലിയ വക്കീലാണെങ്കിൽ ഞാനെന്ത് വേണം? അയാൾ എന്തിനാ ദിവസവും നിന്റെ പിന്നാലെ വരുന്നത്? പ്രേമമാണത്രേ, പ്രേമം. പ്രേമമോ? നിനക്കും പ്രേമമുണ്ട്? അതെ അതെ, എനിക്കെങ്ങുമില്ല. ഓടികണ്ടി. രാധയ്ക്കൊന്ന് കോളേജിൽ പോവണ്ടേ? പോണം. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കിന്ന് സാധനത്തിൽ പോകണ്ടേ രാജമ്മേ? ഞാനും വന്നില്ല ചിറ്റമ്മേ. ഞാനും വന്നില്ലെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാലെന്താ? ഇത്രയും നാൾ ജോലിക്ക് പോയിട്ട് മഴ അറിയാൻ പാടില്ലല്ലേ? രാജമ്മേ, ഞാൻ പോന്നു. ഇതിനൊക്കെ നാണമില്ലേ? ഒന്നല്ലോ പൊന്നു മോക്ക് വക്കാലത്ത് പോയിട്ട് നിങ്ങളെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? അപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നു, വേണം ചെന്ന് എടുത്ത് കഴിക്കും. നീ എന്താണ് പെണ്ണ ഇതുവരെ പോകാതിരുന്നത്? ഞാൻ പൊയ്ക്കൊള്ളാൻ വെച്ചാ ഞാനും വന്നോട്ടെ. അപ്പോഴേ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നീ ജാനുവിന് ശമ്പളമൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഇന്നു മുതൽ അവൾ വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ജോലി വേണ്ടെന്ന് വെക്കുമോ? ഇതെന്താ ഇവിടെ അടുത്തല്ലേ? കണ്ണില്ലാത്ത ഓരോ സ്ഥലത്തും പോകുന്ന എങ്ങനെയാ? ആരോടെങ്കിലും ഒക്കെ ചോദിച്ചും പറഞ്ഞും പോകും. ഞാൻ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് എങ്ങും പോയിട്ടില്ല ചിറ്റമ്മേ. അതിനല്ലേ പോയി നോക്കാൻ പറഞ്ഞത്. ശരി ചിറ്റമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. ആരാത്? പേടിക്കാനൊന്നുമില്ല, പ്രജാതികൾ തന്നെയാ. എന്നെ അറിയുമോ? കൊള്ളാം, വാതുളച്ചേട്ടന്റെ മകളെ ഞങ്ങൾ അറിയല്ലേ. ഇന്ന് ജാനു വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അതിനെന്താ, ഞാൻ കൊണ്ടുവന്ന സാധനത്തിൽ വിട്ടിട്ട് പോരാമല്ലോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. മാറി നിൽക്ക്, ഞാൻ പോകട്ടെ. പൊയ്ക്കോ. പിന്നെ തോന്നായിരുന്നു മുട്ടേന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. സ്വജാതിയാ. അങ്ങനെ വിട്ടാ കൊള്ളുകയല്ലോടാ. എങ്ങനെ വിടാനൊക്കും? സ്വജാതിയല്ലേ. പക്ഷേ എറിയുന്ന വർഗമാണ്. അത് സാരമില്ലടാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയ്യെത്തുന്നില്ല. ഇതാ നോക്കൂ, ഒരു ചെറിയ വണ്ടാണ്. എവിടെ എവിടെ? എന്താ കണ്ണ് കണ്ടുകൂടി? ഇല്ല. ഓഹോ, ഞാനത് അറിഞ്ഞില്ല. എവിടെ വണ്ടെവിടെ? എന്താ വേദനിക്കുന്നു? ഇല്ല. പിന്നെ എന്തിനാ തടവുന്നേ? ഒന്നുമില്ല.
വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എല്ലാവരുമുണ്ട്. പിന്നെ എന്താ നിങ്ങൾ തനിച്ചു വിട്ടത്? എനിക്ക് വഴിയറിയാമല്ലോ. എന്നാലും കണ്ണില്ലാത്തവർ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാൽ ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ കൊണ്ടിന് സദനത്തിൽ വിടണം. വേണ്ട. അപ്പൊ എനിക്ക് പോകാമല്ലോ. രാജമെന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? വെറുതെ. നല്ല രസമുള്ള കാര്യം വലുതുമാണെങ്കിൽ ഞങ്ങളോട് പറയും രാജമേ. ഈ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആ ചെലപ്പൻ നായരെ ഞാനും ആലോചിക്കുന്നത്. എന്റെ കോലമ്മേ, അതൊന്നുകൂടെ പറ. രണ്ട് കണ്ണുള്ള പെൺപിള്ളേര് തന്നെ ഇക്കാലത്ത് എന്തെല്ലാം കുഴപ്പത്തിലാ ചെന്ന് ചാടുന്നെന്നറിയാമോ? അപ്പം പിന്നെ ഒരു കണ്ണുപോലും ഇല്ലാത്ത പെണ്ണിന്റെ കാര്യം പറയണോ? രാജമ്മയ്ക്ക് കല്യാണാലോചനകളൊന്നും വന്നില്ലേ കമലമ്മേ? ആര് വരാനാ സോമൻ നായരെ? പുറകെ കൊണ്ട് നടന്നാലും കണ്ണില്ലാത്ത പെണ്ണിനെ വല്ലവരും കല്യാണം കഴിക്കുമോ? എന്നാലോ കണ്ണില്ലേലും കല്യാണമില്ലാതെ ഒക്കുമോ? അവളാണെങ്കിൽ ആരോടോ മത്സരിക്കുന്ന പോലെ അങ്ങ് വളരുക. എന്ത് ചെയ്യാം? ഒന്ന് വളരാൻ ഒക്കുമോ? വേണ്ട വേണ്ട, കൊല്ലുകയൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാമെന്ന് നോക്കാം. അല്ല, സ്വയാവിയാണല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ നരകത്തിൽ വന്ന് വീഴാൻ എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? വാസ്തവം. പെണ്ണായാൽ ഒരു കല്യാണം വേണം. അത് നടക്കുകയും ചെയ്തു. ഭർത്താവും ഭരിച്ചു. അത് കഴിഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കേണ്ട കവലമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ ഇവിടെ വന്ന് വീഴാൻ? എന്റെ തലവിധി, അല്ലാതെ എന്തു പറയാനാ? കമലമ്മ വിഷമിക്കാതിരിക്കേ. ഞങ്ങളൊക്കെ ഈ നാട്ടിലില്ലേ? സമാധാനമില്ലാത്ത കാര്യമുണ്ടോ? എന്റെ രാജമ്മേ, ഒന്ന് വേഗം വരൂ. രാധേ, ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എന്തായിരുന്നു? അല്ല, നീ എന്താ ഇന്ന് ഇവിടെ വന്നു നിന്നത്? പിന്നെ നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ചിറ്റമ്മ വഴക്ക് പറയില്ലേ? പിന്നെ രാജമ്മേ, ഇന്നൊരു തമാശ ഉണ്ടായി. വലിയ തമാശയാണോ? പറയുന്നത് കേൾക്കടി. ഞാനേ കോളേജിൽ നിന്ന് ഒറ്റയ്ക്ക് വരികയായിരുന്നു. നിന്റെ കൂട്ടുകാരൊക്കെ അവിടെ പോയി. ഓ, ഞാനെങ്ങും കൂട്ടുകൂടാൻ നിൽക്കില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോ പുള്ളിക്കാരനും പുറകെ കൂടി. പുള്ളിക്കാരനോ? അതാര്? ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ രാജമ്മേ, പുള്ളിക്കാരൻ തൊട്ട് പുറേ നിന്ന് ചിരിക്കുന്നു. എന്റെ രാധേ, ഈ പുള്ളിക്കാരൻ ആരാണെന്ന് പറയില്ലേ? വക്കീല്. ആ, നീ എന്നും പറയുന്ന വക്കീലോ? ഇനി പറയൂ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ എന്നോടൊരു ചോദ്യം, ഇന്നെന്താ ഈ വേഷത്തിൽ നിന്ന്? നീ എന്ത് പറഞ്ഞു? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പറയുകയാണേ, നീ എന്താ നിർത്തിക്കളഞ്ഞത്? ഉടനെ പറയുകയാണേ, നഷ്ടമല്ല ലാഭമാണെന്ന്. അതെങ്ങനെ? പിന്നെ സാരി ഉടുത്തപ്പോഴാണ് എന്നെ കാണാൻ കൂടുതൽ ഭംഗിയെന്ന്. എന്റെ രാജമ്മേ, എനിക്കത് അങ്ങോട്ട് കേട്ടപ്പോഴുണ്ടല്ലോ സങ്കടം വന്നോ? സങ്കടമല്ല രാജമ്മേ, എന്താണ് തോന്നിയെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കുളിര കൂറിയത് പോലെ തോന്നി. രാധേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, ചോദിച്ചോ. നേര് പറയണം. ഞാൻ കള്ളം പറയുമോ രാജമ്മേ? നിനക്ക് ആ വക്കീലിനോട് സ്നേഹമുണ്ടോ? ഞാനും ജയച്ചേട്ടനും എന്നും കാണാറുണ്ട് രാജമ്മേ. ആരായി ജയച്ചേട്ടൻ? ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ വിളിക്കുന്നത് ജയച്ചേട്ടൻ എന്നാണ്. ഓ, ഇതെല്ലാം രാജമ്മയോട് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് രാജമ്മേ. മനസ്സിനുള്ളിൽ എപ്പോഴും എന്തോ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. എല്ലാവർക്കും ഇങ്ങനെയാണോ രാധേ? എല്ലാവരുടെയും കാര്യം ഞാൻ എങ്ങനെ അറിയും?
പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. നീ എന്താ എല്ലാവരുടെയും കാര്യം ചോദിച്ചത്? പിന്നെ രാധേ, നിന്റെ ശരീരത്തെ ഏതെങ്കിലും പുരുഷൻ തൊട്ടിട്ടുണ്ടോ? അയ്യോ, എന്റെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല. ഇതെന്താ രാജമ്മേ നീ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്? അല്ല, നിന്റെ ജയിച്ചേട്ടൻ തൊട്ടെങ്കിൽ നിനക്ക് എന്ത് തോന്നിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ അതൊന്നും ഇവിടെ നടപ്പില്ല. അപ്പോൾ ഞാൻ പോട്ടെ രാധേ. ഇനിയും താമസിച്ചാൽ ചിറ്റമ്മ വഴക്ക് പറയും. എങ്കിൽ ഇനി നാളെ കാണാം. എന്താ രാജമ്മേ? ഒന്നുമില്ല. നീ എന്താ എനിക്ക് ഉമ്മ തരാത്തത്? നാളെ ആവട്ടെ രാധേ. മനസ്സിനുള്ളിൽ എപ്പോഴും എന്തോ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ നിൽക്കുകയായിരുന്നു. തുണി കഴുകാൻ വന്നിട്ട് നിന്ന് സ്വപ്നം കാണുന്നു. ഇതോട് വേഗം കഴുകിയിട്ട്. നാളെ അവള് സദനത്തിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതെന്താ? നാളെ അവളെ കാണാൻ ഒരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. കാണാനെന്ന് പറഞ്ഞാൽ? കാണാനെന്ന് പറഞ്ഞാല് പെണ്ണ് കാണാൻ, എല്ലാം തോന്നാ. ദൈവമേ, അതാരെ? നിനക്കെന്താ ഇത്ര വലിയ അത്ഭുതം? രാജമ്മയ്ക്ക് കണ്ണില്ലെന്നുള്ള വിവരം അവർക്കറിയാമോ? അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വരുന്നത്. ചെറുക്കനാരാ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പാച്ചുപിള്ളയാണ് അതിന്റെ ഏർപ്പാടുകാർ. നാളെ രാവിലെ തന്നെ അവരിവിടെ വരും. വേണ്ട രാധേ. എന്താ രാജമ്മ വല്ലാതെ? എന്താണെന്ന് അറിഞ്ഞില്ല. എനിക്കൊരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? അവർ പെണ്ണ് കാണാൻ വന്നതല്ലേ. എപ്പോഴും നല്ല ഐശ്വര്യമായിട്ട് പുഞ്ചിരിച്ചുകൂടി നിൽക്കണ്ടേ? ചിരിക്കും, ഞാൻ ഒന്ന് കാണട്ടെ. ചിരിക്കാൻ പറഞ്ഞോ ചിരിക്കണം. ചിരിക്കൂ രാജമ്മേ, ഇടുക്കി. എന്താ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അവരെത്ര നേരമായി കാത്തിരിക്കുന്നു. കഴിഞ്ഞു. ശരി രാജമ്മേ, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നല്ല ഭംഗിയായി ചിരിച്ചോണ്ട് വേണം അവരുടെ മുമ്പിൽ ചെല്ലാം. വാ പെണ്ണേ. ഇനി ഇവർക്കപ്പുറത്തേക്ക് പോകാമല്ലോ. അപ്പൊ ഉറപ്പിക്കാനല്ലേ? ഉറപ്പിക്കാം. നീ വരും, ഒരു കാര്യം ചോദിക്കട്ടെ. രാജമ്മേ, നല്ല മിടുമിടുക്കൻ ചെറുക്കൻ. നീ ഭാഗ്യവതിയാണ് രാജമ്മേ, ഭാഗ്യവതി. ചെറുക്കനെന്താ ഒന്നും മിണ്ടാത്തത് പാച്ചുള്ളേ? ഗോവാനുള്ള ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നു. ചെറുക്കൻ ഊമയാണോ? നീ ഉള്ള സത്യം ഒന്ന് പറയാമെന്ന്. നിങ്ങൾ ഇഷ്ടം പോലെ തീരുമാനിച്ചോ. ചെറുക്കന് സംസാരിക്കാനും വയ്യ, ചെവിയും കേട്ടു. ഇന്ന് വെച്ച കണ്ണില്ലാത്തൊരു പെണ്ണെ കല്യാണം ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ ഗോവർണ ചേട്ടൻ? കണ്ണില്ലാത്ത പെണ്ണിന് നാവും ചെവിയും ഇല്ലാത്ത ഭർത്താവ്. ഈ കല്യാണം നടന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതൊരു രക്ഷയായിരിക്കില്ലേ വാച്ചുള്ളി? അങ്ങനെയൊന്നും വിചാരിച്ചാൽ കാര്യം നടക്കില്ല. എല്ലാം വിധി പോലെ വരട്ടെന്ന് കരുതണം. അത് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലും ഭേദം അച്ഛൻ എന്നെ കൊന്നുകളയാമായിരുന്നല്ലോ എന്നെ മകൾ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല വാച്ചുപിള്ളേ. ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ തുടങ്ങിയാൽ ഈ ആയുഷ്കാലം മുഴുക്ക കല്യാണമില്ലാതെ പെണ്ണ് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. എന്നാലും തിരക്കേടില്ല. ഈ ദ്രോഹം ഞാൻ ചെയ്യില്ല. വേണ്ടെങ്കിൽ വേണ്ട. പെണ്ണിനൊരു ചെറുക്കനെ കൊണ്ടുവരണമെന്ന് ഗോഹാലുള്ള ചേട്ടൻ പറഞ്ഞു. ഞാൻ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. അവസാനം
അവസാനം ഇതാ കിട്ടിയത്. വള്ളച്ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ പാച്ചുപിള്ളയ്ക്ക് അസുഖമൊന്നും തോന്നരുത്. ഈ വിവാഹം ഞാൻ നടത്തിയില്ല. അപ്പൊ ഞങ്ങൾ വിട്ടുകൊള്ളട്ടെ. ഓ, അങ്ങനെയാവട്ടെ. എന്നോട് വിരോധമൊന്നും തോന്നരുത്. അതിന്റെ കാര്യമൊന്നുമില്ല. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ പറയാം. ഈ ഭാഗ്യം കെട്ട അച്ഛന്റെ മോളായിട്ട് നീ എന്തിന് ജനിച്ചു മോള്? പാട്ടിന്ന് പറഞ്ഞത് ശരിയാ, ഇവർക്ക് കല്യാണം ലഭിച്ചിട്ട്. അന്ന് നിന്റെ അമ്മ മരിച്ചപ്പോൾ എനിക്കും കൂടെ മരിക്കാൻ വരുന്നില്ല. എന്താ, എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കുകയായിരുന്നു. എന്താ, ആരെങ്കിലും ഉണ്ടോ? അതല്ലേ നോക്കുന്നത്. നിങ്ങളുടെ ആളെല്ലാം ആശുപത്രിയിലാണ് താമസിക്കുന്നത്. അവരെ വീട്ടിൽ വേണ്ടേ പോയി അന്വേഷിക്കാൻ? എന്താ, ഇവിടെ കൂടി നടത്തുകയില്ലേ? പിന്നെ ഇവിടെ നടക്കുകയും ചെയ്യാം, കിടക്കുകയും ചെയ്യാം. ആശുപത്രിയല്ലേ? നിങ്ങളുടെ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത്. ഞങ്ങൾ വെറുതെ ഒന്ന് നടന്നാണ് എന്റെ ഡോക്ടർ സാറേ. ഞങ്ങളൊന്ന് വിട്ടേരെ. നിങ്ങൾ വെറുതെ കാറ്റുകൊള്ളൻ ഇറങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് പാർക്കും കടൽ തീരമൊന്നും അല്ല. രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ആശുപത്രിയാണ്. അതിനിപ്പോൾ എന്ത് വേണം? മറ്റൊന്നും വേണ്ട. ഇവിടുത്തെ രോഗികളെയും നഴ്സുകളെയും ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി. ശല്യം ചെയ്താലോ? അല്ല, ഞങ്ങളൊന്ന് ശല്യം ചെയ്യുന്നു. എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കും. പുറത്താക്കുമെന്നോ? ആരോടാ ഈ പറയുന്നറിയാമോ? തന്നോടും ഈ നിൽക്കുന്ന മനുഷ്യനോടും കൂടിയാണ്. എന്റെ കാര്യം പോട്ടെ, ഈ നിൽക്കുന്ന സോമനാർ ആരാണെന്ന് അറിയാമോ? ആരാ? ഇപ്പോഴത്തെ മെഡിക്കൽ മന്ത്രിയുടെ തൊട്ടടുത്ത ആളാ. എന്ത് ചെയ്യാം, അങ്ങനെയും ചില അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചാൽ 24 മണിക്കൂറിനകം നിങ്ങളെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കാസർഗോട്ടേക്ക് എറിയും. മന്ത്രിയോട് ഞാനൊന്ന് ശബ്ദിച്ചാൽ. ശബ്ദിക്കുന്നത് എന്തിനാ? കണ്ണൊന്ന് കാണിച്ചാൽ മതി. അതെ, എന്നെ തൂക്കി എറിഞ്ഞിട്ട് നിങ്ങളുടെ മന്ത്രി ഒന്ന് ചികിത്സിക്കും അല്ലേ? ഇവിടെ വേറെ ആളിനെ നിയമിക്കും. ആര് വന്നാൽ ഇത് തന്നെയല്ലേ അനുഭവം? ആ, അങ്ങനെയൊക്കെ വേണ്ടി വരും. എങ്കിൽ തൽക്കാലം ഇവിടെ നിറങ്ങണം. കാണട്ടെ. ഇക്കളി മോശമാണ്. ഇറങ്ങണോ പുറത്ത്? ഇറങ്ങാൻ മനസ്സില്ല. എന്താ ചെയ്യുന്നതെന്ന് കാണാം. ഇത് പകരം ഞാൻ ചോദിച്ചോളാം. അത് ഞാൻ മന്ത്രി വേണ്ട. എന്തിനു വേണ്ടാന്ന് വയ്ക്കുന്നു? ഇരിക്കട്ടെ അവർ കൂടി. മേലാൽ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ ഞാൻ അപ്പൊ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. നാണമില്ലല്ലോ പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ നടക്കാൻ. ഇത് പബ്ലിക് റോഡാണ്, ആരുടെ സ്വന്തമല്ല. ഒന്ന് മാറി നടക്കണം. തൽക്കാലം സൗകര്യപ്പെടുന്നു. വക്കീലാണെന്ന് വെച്ച് എന്തും കാണിക്കാമെന്നാണോ? പെണ്ണാണെന്ന് വിചാരിച്ച് എന്തും പറയാമെന്നോ? കാരെവിടെ? ഇനി ഒറ്റയ്ക്ക് കാറിൽ സഞ്ചരിക്കാൻ പോകുന്നു. ഇന്ന് മുതലത്ത് വണ്ടൊന്നും കയറിയില്ലേ? ഇല്ല. എന്താ പേര്? രാജമ്മ. രാജമ്മ ഇന്ന് മകളാസനത്തിൽ പോയില്ലേ? പോകണം. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ നിന്നത്? എന്താ രാജമ്മ? എനിക്കറിയില്ല. അറിയില്ലേ? ആരെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്? ഞാൻ പൊയ്ക്കൊള്ളാം. വേണ്ട വേണ്ട, പോകണമെന്നില്ല. രാജമ്മ സംസാരിക്കുന്നത് കാണാനും കേൾക്കാനും ഒരു പ്രത്യേക സുഖമുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴോ? എനിക്ക് രാജമ്മയോട് ഇഷ്ടം തോന്നിയത് തന്നെ കണ്ണുകളില്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടമോ? കണ്ണില്ലാത്തവരോട് ഇഷ്ടം തോന്നുമോ? പിന്നെ അവരെ വെറുക്കുന്നത് തന്നെ.
ആരെങ്കിലും മനഃപൂർവ്വം കണ്ണുകൾ കുത്തിപ്പൊടിച്ചു കളയും. കഴിയുമെങ്കിൽ അവരെ സഹായിക്കണം. ദൈവമേ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. അതെല്ലാം പോകട്ടെ. രാജമ്മ കാറിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ എന്റെ കൂടെ കാറിൽ വരും. ഞാൻ സദനത്തിൽ വിട്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നാൽ ഞാൻ പോകട്ടെ. ശരി. ഇനിയും വല്ലപ്പോഴും ഇതൊക്കെ കാണാം. അയാളെ ഇതുവരെ കാണുന്നില്ലല്ലോ സോമൻ നായരെ. എന്നും ഈ നേരത്ത് ഇതിലേ വരാറുള്ളതാണല്ലോ. ചിലപ്പോൾ ഇന്ന് വേറെ വഴിക്ക് പോയി കാണുമോ? ഏത് വഴി കൂടെ പോയാലും ശരി, ഇന്ന് അയാളെ നമ്മൾ എടുത്തത് തന്നെ തീർച്ച. ഇവന്റെ ജാതി എന്തോ ചെല്ലപ്പാ. ഹരിജൻ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ഈ ഹരിജൻ എന്ന് പറഞ്ഞാൽ പോലേൻ. അതല്ല ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. കണ്ട പോലേനൊക്കെ ഇവിടെ നായന്മാരോട് മത്സരിക്കാറായോ? അതല്ലേ സോമൻ നായരെ എനിക്കും സങ്കടം. സ്വജാതിയായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. വരുന്നോട്ട് തോന്നുന്നു. സോമനാരെ, ഒരു കാര്യം, കാറ് നിർത്തിയില്ലെങ്കിൽ ഞാൻ കല്ലുകൊണ്ട് എറിയും. അത് തീർച്ച. താൻ എന്റെ കൈ കയറി പിടിച്ചേക്കരുത്. ഞാൻ പിടിക്കൂ. അല്ല, തനിക്ക് എങ്ങനെ ചില വിഭാഗങ്ങളെല്ലാം ഉണ്ട്. മാറ്റു. പുറകോട്ട് റെഡി റെഡി. നിർത്താ നിർത്താ. ചുമ്മാ. എന്താ? ഓ, ചുമ്മാ വെറുതെ. ചുമ്മായോ? ഓ, കയ്യാറ്റത്തിനാണത്. ഞങ്ങളീ നാട്ടുകാരൊക്കെയാണ് കേട്ടോ. അതന്വേഷിച്ച് മനസ്സിലാക്കി. ഓ, അത് മനസ്സിലായില്ല. അത് മതി. അത് പോരാ. എന്താ വിടത്തില്ലേ? വണ്ടി നിർത്തി എന്തിനാണെന്ന് ചോദിച്ചേ? ഇങ്ങനെ ആളാകരുത് കേട്ടോ. പുറത്തു നിന്ന് വന്നോടൊന്ന് ഇവിടെ വന്ന് അങ്ങനെ വിലത്തിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നാട് അല്പം മോശമാ ഇല്ലേ സോമൻ നായരെ? ഈ നാട് വളരെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത് വിലസാനൊന്നുമല്ല, ആശുപത്രിയിലെ രോഗികളെ ചികിത്സിക്കാനാണ്. അങ്ങനെ മര്യാദക്ക് കഴിഞ്ഞാൽ കൊള്ളാം. ഓ ഓ, എന്നെ മര്യാദ പഠിപ്പിക്കാനായിരുന്നു ഇവിടെ നിന്നത്. എന്തിനാ കല്ല്? എന്തെങ്കിലും ആവശ്യം കാണും. എന്താ ആ കല്ലിഞ്ഞേരും? തരാൻ മനസ്സില്ല. കല്ലിഞ്ഞേരാൻ സോമൻ നായരെ, ആ കല്ല് കൊടുത്തരും. വെറും ഒരു കല്ലല്ലേ, നമുക്ക് പോകുന്ന വഴിക്ക് 5-6 പിറക്കിയെടുക്കാം. കൊടുത്തരുന്നു. തീർന്നേ മതിയായിരുന്നു. ധീരന്മാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ വരുന്ന വല്ല പാവങ്ങളെയും നിങ്ങൾ ഭരിച്ചു കാണും. ആ ഓർമ്മ വെച്ചുകൊണ്ട് ഡോക്ടർ ബാലകൃഷ്ണനെ ഭരിക്കാൻ വരരുത്. ഓർമ്മയിരിക്കട്ടെ. പിന്നെ കണ്ടോളാം. നീലേ, രാജൻ എന്താ ഇത്ര വൈകിയത്? ഒന്നുമില്ല. ഈ ഇടയത്തിൽ എന്ത് വലിയ മാറ്റമുണ്ട്. എല്ലാം പ്രേമം വെച്ചുവാണോ? ഓ, പ്രേമിക്കാൻ വരുന്നത് കണ്ണു കാണാൻ പാടില്ലാത്തത്. രാജമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുമോ? എന്ത് കാര്യമാണ്? കളിയാക്കുമോ ഇല്ലയോ എന്ന് പറയൂ. കളിയാക്കാം. എങ്കിൽ ഞാൻ പറയില്ല. ഓ, എന്നാ കളിയാക്കുന്നില്ല. ഇനി ഒന്ന് പറയൂ. പിന്നെ പറയട്ടെ. ഒന്ന് പറയൂ എന്റെ രാധേ. നാളെ എന്റെ വിവാഹ നിശ്ചയമാണ്. നേരാണ് രാധേ. അതെ രാജമ്മേ, നാളെ അവരെല്ലാരും വീട്ടിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിന്റെ വക്കീല് തന്നെയല്ലേ? അയ്യോ, പിന്നെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുമോ? രാധയുടെ വീട്ടുകാർ വേറെ ആരെയെങ്കിലും കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? എനിക്ക് ഇഷ്ടമുള്ള ആളിനെ മതിയെന്ന് ഞാൻ പറയും. അങ്ങനെ പറയാമോ? എന്താ പറഞ്ഞാൽ? വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ മരിച്ചു കളയും. അയ്യോ, അത് വേണ്ട രാധേ, മരിക്കണ്ട. പ്രേമം എന്താണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നത്. ശരിയാണ് രാധേ, എനിക്കറിയില്ല. പ്രേമം എന്താണെന്ന് എനിക്കറിയില്ല. രാജമ്മേ, രാജമ്മേ, ഇപ്പോൾ എവിടെ പോയി? അല്ല, ഇത് രാജമ്മയുടെ ഒരു വിശ്രമസ്ഥലമാണെന്ന് തോന്നുന്നല്ലോ. സദനത്തിലേക്കായിരിക്കും. അല്ല, പിന്നെ
കണ്ണാടി ഇന്ന് ഒഴിവാണ്. എന്നാൽ വീട്ടിലേക്ക് വെക്കൂടെ? ഇവിടെ എന്ത് നിൽക്കുന്നു? ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല. എങ്കിൽ പൊയ്ക്കുള്ളൂ, ഞാനും പോകുന്നു. എന്നെ കൂടി ആ കാറിലൊന്ന് കയറ്റുമോ? പിന്നെന്താ, കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചതല്ലേ. എവിടെ പോണ്ടത്? എവിടെയെങ്കിലും. എവിടെങ്കിലും? ഒരു പരിചയവുമില്ലാത്ത എന്നോടൊപ്പം എവിടെയും വരാൻ തയ്യാറാണോ? എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞാലോ? കൊന്നുകൊള്ളൂ. കൊള്ളാമല്ലോ, ആള് ധീരയാണല്ലോ. വരും. രാജമ്മ പട്ടണത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പട്ടണത്തിലേക്ക് തന്നെ പോവാം. രാജമ്മേ, ഇതൊരു കോഫി ഹൗസാണ്. എന്ത് കഴിക്കാം? എനിക്കൊന്നും വേണ്ട. അത് പറ്റില്ല, എന്തെങ്കിലും കഴിച്ചേ പറ്റും. കോവറ്റിനും ബിസ്ക്കറ്റും കിട്ടും. രാജമ്മയോട് ഇരിക്കൂ, ഞാനിപ്പോ വന്നേക്കാം. എന്താ ഇത്? നിൽക്കൂ, ഞാൻ ഈ കണ്ണാടി ഒന്ന് വെച്ചോട്ടെ. രാജമ്മ ഇപ്പൊ എന്ത് സുന്ദരിയായിരിക്കുന്നു. ഇതെന്താണെന്നറിയാമോ? ടോയ് പിയാനോ. രാജമ്മയ്ക്ക് പാട്ട് കേൾക്കണ്ടേ? ആ, എന്ത് രസം.
നീ ഇതാരോടും പറയല്ലേ രാധേ. നിന്നെ ഒളിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്നോടിത് പറയാനോ രാജമ്മേ? നിന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാമോ? അതെനിക്കറിയാം രാധേ. രാജമ്മ, ആ മനുഷ്യനെ എന്നെ ഒന്ന് കാണിച്ചു തരാമോ? അയ്യോ, അത് വേണ്ട രാധേ. വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ സ്നേഹിക്കാൻ മാത്രം നന്ദിയുള്ള ആ മനുഷ്യന് മറ്റുള്ള എല്ലാ നന്ദികളും കാണുമെന്ന് എനിക്കറിയാം. ഇനി ഈശ്വരനെ കൂടി ഒന്ന് അനുഗ്രഹിച്ചാൽ. അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല രാധേ. ഇല്ല രാജമ്മേ, ഇതിലേറും നിന്നെ വേദനിപ്പിക്കുവാൻ ഈശ്വരനും തയ്യാറാകില്ല. നിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിക്കൊള്ളട്ടെ രാജമ്മേ. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. ഇപ്പൊ നിന്നെ ക്ഷണിക്കാൻ മാത്രം വിട്ടതാണ്. നീ രാവിലെ തന്നെ വരില്ലേ? ഞാൻ പിന്നെ വരാതിരിക്കുമോ രാധേ? അച്ഛനെയും ചിറ്റമ്മയും ക്ഷണിച്ചോ? അവരൊക്കെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് ക്ഷണിച്ചോളൂ. അപ്പൊ ഞാൻ പോട്ടെ. അപ്പോഴേ അവര് ഭാര്യയും ഭർത്താവും കൂടി വന്ന് കല്യാണത്തിന് വിളിച്ചിട്ട് പോയതല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ അവരെന്ത് വിചാരിക്കുന്നു? അതിനല്ലേ രാജമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇന്ന് നമ്മൾ നിന്നോട് പറയുന്നത്. അക്കാര്യം മാത്രം എന്നോട് പറയണ്ട. ഒന്നാമത് ഒരു കല്യാണ വീട്, കണ്ണില്ലാത്ത ഒരുത്തി അവിടെ ചെല്ലുന്നത് തന്നെ ഐശ്വര്യക്കേട്. അത് മാത്രമാണോ? ഒരുത്തിയോളം പോകുന്നവളെയും കഴിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഓരോന്നും പറയില്ലേ? അതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. മോളെ എവിടെ? നിങ്ങൾക്കും കൂടെ വന്നാലെന്താ? ഇന്നൊരു ദിവസത്തെ അവധി എടുത്താൽ തല തെറിച്ചു പോകുമോ? അച്ഛാ, അല്ല പോവുകയാണോ? അപ്പൊ ഇതുവരെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ? ഇന്ന് 2-3 കടകളിലെ കണക്ക് പരിശോധനയാണ്. ഇന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ജോലിക്ക് ചെല്ലുന്നവർ പറയും. പട്ടിണി കിടക്കാൻ തയ്യാറാണോ? എന്നാ ഞാനും പോകുന്നില്ല. കല്യാണ വീട്ടിൽ മയക്ക് വെച്ച് തുടങ്ങി ആളുകളൊക്കെ വന്നെന്നാ തോന്നുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചെല്ലും. ഇനി പെണ്ണേ, ഞാൻ ആ കല്യാണ വീട്ടിലേക്ക് പോവുകയാ. ചിറ്റമ്മേ, ഞാനും. നീ വരാത്ത കുറവേ ഉള്ളൂ. അവിടെ വന്നിട്ട് എന്ത് കാണാനാ? കാര്യം രാജമ്മ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നാം ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അതിന് നമുക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ രാജമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? എനിക്കും ഒന്നുമില്ല. ഞാൻ ആരാണെന്ന് അറിയാമോ? എന്നോട് ഇഷ്ടമുള്ള ഒരാൾ എനിക്കും ഇഷ്ടമാണ്. രാജമ്മ എന്റെ ശബ്ദമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ രൂപവും ഊഹിക്കാൻ കഴിയും. കരി പോലെ കറുത്തവനാണ് ഞാൻ. പക്ഷേ പാൽ പോലെ വെളുത്ത മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ഹരിജനാണ്, എന്ന് വെച്ചാൽ പുലയൻ. അതുകൊണ്ട് എനിക്കെന്താ? ഒന്നുമില്ലേ? ഞാനൊരു നായർ സ്ത്രീ ആയതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താ? എനിക്കാവശ്യം കുറച്ച് സ്നേഹവും ദയയുമാണ്. എന്റെ വീടും സമുദായവും എനിക്കത് തന്നില്ല. തന്നത് അങ്ങ് മാത്രമാണ്. ഓഹോ, രാജമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? ക്ഷമിക്കണം. ക്ഷമിക്കാനോ? അഭിനന്ദിക്കാണ് ഞാൻ. അപ്പോ ഞാൻ പോട്ടെ. ശരി. എനിക്കറിയില്ല അച്ഛാ. അയ്യോ, എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചിറ്റമ്മയ്ക്ക് എന്ത് പറ്റി? ചിറ്റമ്മേ, 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 ചിറ്റമ്മേ. കമലം,
നഷ്ടമാണ്. നാശമായല്ലോ. ഞാൻ തന്ന ഒരു സമ്മാനം രാജമ്മയുടെ വീട്ടിൽ ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതില്ല. ഏതായാലും ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്നെങ്കിലും ഞാൻ വന്ന് എടുത്തുകൊള്ളാം. അപ്പോ ഇനിയും എന്റെ വീട് സന്ദർശിക്കാൻ രാജമ്മയ്ക്ക് പരിപാടി ഉണ്ടെന്നർത്ഥം. എന്താ, അങ്ങ് സമ്മതിക്കില്ലേ? സമ്മതം എന്തിന്? എന്റെ വീട് രാജമ്മയുടെ വീടില്ലേ? അങ്ങിത് കാര്യമായി പറയുകയാണോ? രാജമ്മയ്ക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അകത്തില്ലാത്തത് ഞാൻ പുറത്തു പറയില്ല രാജമ്മ. ഈശ്വര, രാജമ്മ എന്നെ ഏൽപ്പിച്ചത് ഞാനിവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. അതെന്നും ഇവിടെ കാണും. എപ്പോ വേണമെങ്കിലും വന്നെടുത്തു. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. രാജമ്മയുടെ മുറിയിൽ എവിടുന്ന യക്ഷിയും ഭൂതവും അതൊക്കെ നിന്റെ മനസ്സിലെ ഭീതി കൊണ്ട് തോന്നുന്നതാ. അയ്യോ അല്ല അല്ല, ഞാൻ കണ്ടതല്ലേ. പാതിരാ നേരത്ത് തലമുടി അഴിച്ചിട്ട് ഏതാണ്ട് ഒരു ഒച്ച ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നു. ആ കണ്ണ് കണ്ടാൽ തന്നെ തട്ട് കിട്ടിപ്പോകും. അവൾക്ക് എന്തോ ശക്തി ഉണ്ടെന്നാ തോന്നുന്നു. പിന്നെ കണ്ണില്ലാത്ത പെണ്ണിനല്ലേ ശക്തി. രാജമ്മ എന്തേ? അവളെ ഇങ്ങനെ വിളിക്ക്. അവള് രാവിലെ തന്നെ സദനത്തിൽ പോയില്ലേ? രാജമ്മ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ കാറ് നിർത്തി. ഇനി തനിച്ച് പൊയ്ക്കൊള്ളു. പോകാം. വേണമെങ്കിൽ ഞാൻ സദനം വരെ കൊണ്ടാക്കാം. അയ്യോ വേണ്ട, അങ്ങ് വരണ്ട. ശരി, പൊയ്ക്കൊള്ളു. എന്താ മുറത്ത് കയറി കൊത്തി തുടങ്ങിയില്ലേ? മനസ്സിലായില്ല. ഈ നാട്ടുകാരെയൊക്കെ അങ്ങനെ വിട്ടികളാക്കരുത് കേട്ടോ. നാട്ടുകാരുടെ കാര്യം വിടും. നിങ്ങളുടെ കാര്യം പറയും. രാജമ്മയെ ഡോക്ടർ എവിടെ കൊണ്ടുപോയിരുന്നു? എന്റെ വീട്ടിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങളത് നേരത്തെ അറിഞ്ഞു. എന്നാൽ വീട്ടിൽ വരാമായിരുന്നല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് കണ്ടില്ലേ? കണ്ടു. പക്ഷേ ഈ ഏർപ്പാടുണ്ടല്ലോ, ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ഞങ്ങളുടെ ജാതിയെ തൊട്ടുള്ള കളിയുണ്ടല്ലോ, എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ഓഹോ, സ്വജാതി എന്ന് വെച്ചാല് ഞങ്ങളുടെ ജീവനാണ്. അതിനുവേണ്ടി ഞങ്ങൾ മരിക്കും. ഏയ്, മരിക്കൊന്നും വേണ്ട. രാജമ്മ നിങ്ങളുടെ സുജാതിയല്ലേ. നിങ്ങളിൽ ആർക്കെങ്കിലും രാജമ്മയെ വിവാഹം കഴിക്കാം. അതിന് ഞങ്ങളുടെ ജാതിയിൽ വേറെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് വേണമല്ലോ. അപ്പോൾ രാജമ്മയുടെ കാര്യമോ? അത് താനെന്തിനറിയുന്നു? ആ, അത് ശരിയാണ്. ഞാൻ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്നേഹിക്കാന് നിങ്ങളുടെ സ്വജാതിയില്ലേ? അതിന് ഞങ്ങളുടെ ജാതിയിലുള്ള പെണ്ണുങ്ങൾ എന്ത് പിഴച്ചു? എന്താ, നിങ്ങളുടെ ജാതിയിലുള്ള സ്ത്രീകളെ സ്നേഹിച്ചു പാടില്ല? അഥവാ ഒന്ന് സ്നേഹിച്ചു പോയാലോ? സ്നേഹിക്കാൻ സമ്മതിക്കലല്ലോ, പിന്നല്ലേ അഥവാ. ഇതുവരെ കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു പെണ്ണിനോടുള്ള സഹതാപമായിരുന്നു എനിക്ക് രാജമ്മയോട്. ഇപ്പോൾ മുതൽ ഞാൻ അവളെ സ്നേഹിക്കാൻ പോവാണ്. എന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ ഡാക്ടർ സാറ് സ്നേഹിക്കാൻ പോവാണ് അല്ലേ? ആ പൊലേന്റെ അഹങ്കാരം കണ്ടില്ല തോന്നുന്നേരെ. താൻ എന്തോടെ അയാളെ അടിക്കാൻ? താൻ തൊട്ടകയ്ക്ക് അടിക്കുന്നവനായിരുന്നല്ലോ. അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണോ? അയാളെ അടിച്ചാൽ നമ്മൾ കുഴിയും. അപ്പൊ പിന്നെ അയാൾ സ്നേഹിച്ചോടുന്നു. സ്നേഹിക്കല്ല, ഇനി കല്യാണം ചെയ്താൽ പോലും നമുക്കൊന്നും പറയാനൊക്കില്ല. സർക്കാർ നിയമം അതാ. അയ്യോ നേരെ അതൊക്കെയല്ല. സർക്കാർ വേറെ, സ്വജാതി വേറെ. അതിന് നമുക്ക് പണി ഉണ്ടാക്കാം. അവിടെ അയാൾ തന്നെ അതിനുള്ള ബുദ്ധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലിക്കുമോ? ഫലിക്കാതെ എവിടെ പോകുന്നു? ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി. നീ ബാ. സ്വജാതി ആയതുകൊണ്ടാണ് ഞാൻ ഈ വന്നി പറയുന്നതൊക്കെ. പെണ്ണു വല്ല അർത്ഥവും കാണിച്ചാൽ ഗോപാലുള്ള ചേർന്നോ കവലം വെക്കോ പെണ്ണിനൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനാണ് നാണക്കേട്. അതായത് നമ്മുടെ ജാതിക്ക്. അവളിങ്ങി വരട്ടെ. ഇന്നത്തേത് കൊണ്ട് അവിടെ സദനത്തിൽ പോക്ക് ഞാൻ നിർത്തിയേക്കാം. അയ്യോ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സദനത്തിൽ പോയാലും പോയില്ലേലും പെണ്ണ് പെണ്ണ് തന്നെയാ. പെണ്ണിന്റെ മനസ്സിൽ ഒരു കളങ്കം കടന്നു പോയോ? അല്ല പിന്നെ കാലമ്മേ, ഞാനത് പറയണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചാൽ അന്തമില്ല ചെല്ലപ്പനായരെ. അര നാഴികയ്ക്ക് മുമ്പ് അവളെ ഇവിടെ ഇറക്കി വിടാതെ നിവർത്തിയില്ല. അവൾക്ക് ഏതാണ്ടൊരു
വേറെ വല്ല കുഴപ്പമുണ്ടോ കവല? കുഴപ്പമൊന്നുമില്ല. ആ, അവൾക്ക് ഏതാണ്ട് ഒരു കഷ്ടകാലമാണെന്ന് പറയുക. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യമല്ലേ ഈ ഹരിജന പ്രേമം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ചെല്ലപ്പൻ നായരെ? കവലം എന്നെ ഒന്ന് നോക്കി, എന്റെ നേരെ ഒന്ന് നോക്കി. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. എന്റെ മുഖത്ത് നോക്കി പറയണം, വല്ല ബന്ധമുണ്ടോ? ഇല്ല. ആ, എന്നാലുണ്ട്. അയ്യോ, എങ്ങനെ? ആ, രക്തബന്ധവും സ്നേഹബന്ധവും ഒന്നും അല്ല, ജാതി സ്നേഹം, സ്വജാതി. മനസ്സിലായോ? ഇപ്പോഴെന്താ, രാജമ്മയ്ക്ക് കണ്ണില്ല, കല്യാണം കഴിക്കാൻ ആളുമില്ല. പെണ്ണിന് സ്വഭാവ ദൂഷ്യത്തിന്റെ ഒരു ചെറിയ ലക്ഷണവും. സ്വജാതിയായി പോയില്ലേ, കൈയൊഴിഞ്ഞ് കളയാനൊക്കുമോ? അതുകൊണ്ട് രാജമ്മയ്ക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരാണോ ചെല്ലപ്പൻ നായരെ? ഈ ചെല്ലപ്പെന്നാണ് പറയല, കഴുത്ത് പോകുമെന്ന് വന്നാലും ഈ നായരെയല്ല. ഏതാ ചെല്ലപ്പൻ നായരെ ചെറുക്കൻ? ബഹളമൊന്നും കൂട്ടണ്ട, ചെറുക്കൻ ഇനി മാറിപ്പോകാനും മറ്റും പോകുന്നില്ല. ചെറുക്കനെ ഞാൻ ഉറപ്പിച്ചങ്ങനെ നിർത്തിയിരിക്കുക. പാട് പെട്ടിയ. ചെറുക്കൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു ചെല്ലപ്പൻ നായരെ. നമ്മുടെ സോമൻ നായരെ. സോമൻ നായരോ? എന്താ, അല്പം പ്രായം കൂടി പോയി ഇല്ലേ? 2 കണ്ണുപോയിലും വലുതാണോ 5-6 വയസ്സ് പോയത്? അല്ല, വയസ്സിന്റെ കാര്യമല്ല. പിന്നെ പിന്നെ സോമൻ നായർ സമ്മതിച്ചു? ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ വന്ന് പറയുമോ? പെണ്ണിനോട് വീട്ടുകാരുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, സ്വജാതിയോടുള്ള സ്നേഹം കൊണ്ടങ്ങ് സമ്മതിച്ചതാണ്. പിന്നെ ഈ ഹരിജന പ്രേമം ഒന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. മിണ്ടിയേക്കരുത് കേട്ടോ, എന്റെ കഴുത്ത് മുറിച്ചു കളയും. അല്ലേ കവലം എന്തിനാ ഇത്ര വളരെ ഇങ്ങനെ ആലോചിക്കുന്നത്? ആലോചിക്കാനൊന്നും ഇല്ലെന്ന്, ഇതുപോലൊരു മഹാഭാഗ്യം ഇനി കിട്ടാൻ പോകുന്നില്ല. ശരിയാണ് ചെല്ലപ്പൻ നായരെ, വൈകുന്നേരം അവിടെ അച്ഛൻ കൂടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഗോവാലുള്ള ചെന്നെ ഞാൻ വഴിക്ക് വെച്ച് കെട്ടോളാം. കവലമ്മയ്ക്ക് സമ്മതമാണോ അല്ലേ? എനിക്ക് സമ്മതമാണ്. കണ്ണില്ലാത്തവനെ കല്യാണം ചെയ്യാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമല്ലേ? അത് പറ. ഇനി ഗോപാലവള ചെന്ന് അല്പം മടി പറഞ്ഞാൽ തന്നെയും കവലമ്മ പറഞ്ഞാൽ ശരിപ്പെടുത്തണം. അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഇതുവരെ ഈ കാര്യം നീ എന്നോട് പറയാതിരുന്ന എന്താ? ആ ചെല്ലപ്പൻ നായർ നിങ്ങളെ കണ്ടിരിക്കുമെന്നല്ലേ ഞാൻ കരുതിയത്. ഞാനിവിടെ നേരം കണ്ടില്ല. ഞാൻ രായമൻ ഇങ്ങോട്ട് വിളിച്ചു. എന്തിനാ? ഇത് നേരാണോ നുണയാണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അറിഞ്ഞിട്ട് എന്താ പുണ്യം? പ്രായമായ വരുത്തി വല്ലവന്റെ ഒക്കെ കാറിൽ കയറി നടക്കുന്ന അത്ര നിസ്സാര കാര്യമാണോടി? അതും ഒരു പോലെ. ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. അവൾ സമ്മതിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറയുമോ? എങ്കിൽ ചോദിക്കാനും പറയാനും ഒന്നും സമയം കളയണ്ട, അങ്ങ് കൊന്നേക്ക്. എന്താ, അവൾ സമ്മതിച്ചോ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ചോദ്യവും പറച്ചിലും എല്ലാം കഴിഞ്ഞു. അവൾ അത് സമ്മതിക്കുകയും ചെയ്യും. അവിടുന്ന് സമ്മതിച്ചു എങ്കിൽ ഇനി ഞാൻ അവളെ കൊല്ലും. ഇനി ഈ വീട്ടിൽ അവൾ വേണം. ആ പെണ്ണ് അപ്പുറത്തെങ്ങാനും കിടന്ന് ഉറങ്ങട്ടെ. എന്നെ വിടാനാണ്. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ ചവിട്ടി കൊന്ന കാര്യം തീരുമോ? കൊല്ലുന്നയാളിന് രക്ഷയുണ്ടോ? നിങ്ങൾ എന്ത് ഭ്രാന്താ കാണിക്കാൻ പോകുന്നു? പിന്നെ അവളെ അങ്ങനെ വിട്ടേക്കാൻ? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അധികം ആരും അറിയുന്നതിന് മുമ്പേ പെണ്ണിന്റെ കല്യാണം നടത്താൻ. നീ എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിപ്പിക്കരുത്. കല്യാണം നടത്താം. കല്യാണം നടത്താൻ ചെറുക്കം വേണ്ടേ? ചെറുക്കനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നാളെ കല്യാണം നടക്കും. ചെറുക്കനോ? ഏത് ചെറുക്കൻ? എല്ലാ കാര്യവും തീരുമാനിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സമ്മതം അറിയാൻ വേണ്ടി നാളെ രാവിലെ അവരിവിടെ വരും. സമ്മതമാണെങ്കിൽ നാളെ തന്നെ കല്യാണം നടക്കും. ആളാരാണെന്ന് പറ. വേറെ ആരുമല്ല, നമ്മുടെ സോമൻ നായർ. സോമൻ നായര്? എന്താ ആയില്ലേ? ഈ സോമൻ നായര് ഇതിന് മുൻപൊരു വിവാഹം കഴിച്ചവരെന്ന് എനിക്കറിയാം. ആ സ്ത്രീ മരിച്ചുപോയി. മരിച്ചുപോയോ? ഈ സോമൻ നായർ തൊഴിച്ചു വന്നതാണ്. അതൊക്കെ ആളുകൾ പറയുന്നതല്ലേ. എങ്കിൽ പിന്നെ അയാളെ കൊലക്കേസിൽ പ്രതിയായത് എങ്ങനെയാണ്? എന്നിട്ടെന്താ ശിക്ഷിക്കാതിരുന്നത്? കോടതി നിന്ന് അയാൾ എങ്ങനെയോ ജയിച്ചു. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അയാൾക്ക് സമാധാനം പറയാതിരിക്കാനൊക്കില്ല. നിങ്ങൾ അതും ഇതും പറഞ്ഞ് ഈ കല്യാണാലോചന മുടക്കാൻ ഇനി വേറൊരാൾ വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാനിതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എങ്ങനെ സമ്മതിക്കും കമല? അയാൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് ഇനിയും കല്യാണം കഴിക്കുന്ന പെണ്ണിനെയും കൊല്ലണമെന്നുണ്ടോ? മകൾക്ക് വേറൊരു ഭർത്താവിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ആലോചന അങ്ങ് ഉപേക്ഷിക്ക്. ഇല്ലെങ്കിൽ കുറച്ചൊക്കെ കണ്ണടച്ചാ പറ്റൂ. നമ്മൾ മരിച്ചു പോയാൽ പെണ്ണ് എന്ത് ചെയ്യും? ആരുടെയും സഹായമില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ലവനായാലും കൊള്ളരുതാത്തവനായാലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്ക്. പിന്നത്തെ ജീവിതമൊക്കെ അവിടെ വീതി പോലിരിക്കും. കൊള്ളരുതാത്ത എത്രയോ പേര് കല്യാണം കഴിച്ച് നല്ലവരായിരിക്കുന്നു. സോമൻ നായർ അങ്ങനെ ആയിക്കൂടുന്നുണ്ടോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? പിന്നൊരു കാര്യം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാജമ്മയ്ക്ക്
രാമനാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം, അല്ലേ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാനൊരു കാലവണ്ടിക്കാരനാണ്. ഈ പെണ്ണിനെ റോട്ടി വെച്ച് കണ്ടപ്പോ ഡാക്ടർ യാമാന്റെ വീട് അറിയാമോന്ന് ചോദിച്ചു. അങ്ങനെ വന്നതാ. ഞാൻ പോട്ടെ യാമാനെ, കാലയും വണ്ടി റോട്ടി നിൽക്കാണ്. ശരി, ഞാൻ പൊയ്ക്കോളൂ. വരൂ, അകത്തേക്ക് പോകാം. ഒരു കാര്യം, എന്താ കാര്യം പറയൂ. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അവിടെ ഇരിക്കും. എന്താ സംഭവിച്ചെന്ന് പറയൂ. കരയാതെ കാര്യം പറയൂ. ഞാനിനി വീട്ടിലേക്ക് മടക്കി പോവില്ല. മരിക്കേണ്ടി വന്നാലും ഞാൻ പോവില്ല. ഓഹോ, കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? എന്നെ രക്ഷിക്കില്ലേ? പറയൂ, എന്നെ രക്ഷിക്കില്ലേ? രാജമ്മ ക്ഷമിക്കാതിരിക്കും. സമാധാനമില്ലാത്തൊരു കാര്യമുണ്ട്. പെണ്ണിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കും അതാ പേടി. അല്ലെങ്കിൽ ഈ കല്യാണ നിശ്ചയത്തിന് തലേ ദിവസം പെണ്ണിനെ കാണാതാവും. പെണ്ണ് എപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങി പോയത്? എടാ, ഇതെന്തൊരു ചോദ്യമാണ്. പെണ്ണിറങ്ങി പോകുന്ന കണ്ടെങ്കിൽ ഇവര് വിടുവോ? ഏതാണ്ട് ബാലപുത്രമുള്ള പെണ്ണായിരുന്നു അവൾ. നീ അങ്ങനെ കണ്ടു? ബാധോപദ്രവം ഉണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ കിണറ്റിലെ കുളത്തിലെ നോക്കിയാൽ മതി. അവിടെയൊക്കെ അന്വേഷിച്ചു, കിണറ്റിലുമില്ല കുളത്തിലുമില്ല. ഈ പെണ്ണ് രാത്രിയിൽ എവിടെ ഇറങ്ങി പോയത്? വിവരക്കേട് പറയാതെ മാറുമല്ലേ. കണ്ണില്ലാത്തവർക്ക് രാത്രിയും പകലും ഉണ്ടോ? പകൽ എവിടെ പോകുന്നു അവിടെ തന്നെ രാത്രിയിലും പോവും. പിന്നല്ല സോമൻ നായർ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാം. ഒരാളിനെ ഞാൻ ഇവിടെ തയ്ച്ചിട്ടുണ്ട്, കിടന്ന് വന്നോട്ടെ. എവിടെയാ തോന്നാറ്? പോലീസ് സ്റ്റേഷനിലേക്കോ? പോലീസ് വന്നാലും നമ്മളോടാ ചോദിക്കുന്ന പെണ്ണ് എവിടെ പോയി എന്ന്. എന്തൊരു ഇരിപ്പാണിത്. നമുക്കൊന്ന് പ്രശ്നം ബന്ധിച്ച് നോക്കിയാലെന്താ? നീ പോടി അവിടെ. അവിടെ പ്രശ്നം എവിടെയുണ്ടോ? എങ്ങനെയുണ്ട്? രാജമ്മ ആ ഡോക്ടറുടെ വീട്ടിലുണ്ട്. അവിടെ ഉണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ വെട്ടിക്കൊല്ലു. ഞാൻ അവിടെ ഗോവാലോളിക്കണ്ട, ഉദ്ദേശം കാണിക്കരുത്. ആ പെണ്ണ് ഉദ്ദേശം കാണിക്കുന്ന വിചാരിച്ച് ഗോവാലോളിക്കണ്ട കാണിക്കാവോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് വെട്ടിക്കൊല്ല. ആ ഡോക്ടർ രാത്രിയിൽ ഇവിടെ വന്ന് രാജമ്മയെ കൂട്ടിക്കൊണ്ട് പോയതാണ്. നമ്മുടെ സമുദായത്തിന്റെ മൂത്തയാൾ കരുതേക്കല്ലേ ചെയ്തത്. ഗോവാലോളിച്ചിട്ട് വരുന്നു. ഇല്ലേ ഞങ്ങൾ പോയൊരു സമാധാനം ഉണ്ടാകും. ഞാനും വരുന്ന സോമനായരെ ഞാൻ ഇന്ന പറയാം. അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോവാൻ. സമുദായത്തിന്റെ കാര്യമല്ലേ? വാ വാ.
എന്നാൽ പലഹാരം കൊള്ളില്ല. ഞാനൊന്ന് നോക്കിയിട്ട് പല രോഗികളുമായി രായ്മ കാപ്പ് കുടിക്കും. ഇപ്പൊ വന്നെങ്കിൽ ഓ നിങ്ങളായിരുന്നു. കുറെ കൂടി നേരത്തെ വരുമെന്ന് ഞാൻ കരുതി. വരും, അകത്ത് പോ. അതങ്ങ് മനസ്സിലിരിക്കട്ടെ, ഞങ്ങൾ ഇവിടെ വെളിയിൽ നിന്നോളാം. ഓ നീണ്ട എന്റെ മകളെവിടെ? അകത്തുണ്ടല്ലോ. എന്നാ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറക്കി വിടുക. എന്താ വേണ്ടത്? എന്റെ മകളെ ഇങ്ങോട്ട് വിളിക്കാൻ. വിളിക്കാമല്ലോ. രാജമ്മേ, രാജമ്മേ, എന്താ? രാജമ്മയുടെ അച്ഛനും മറ്റും വന്ന് നിൽക്കുന്നു. വരും. അച്ഛനോ? ഞാൻ വരില്ല, ഞാൻ വരില്ല. അവർക്ക് രാജമ്മയെ കാണണമെന്ന് പറയുന്നു. വേണ്ട, കാണണ്ട, ഞാൻ അങ്ങോട്ട് വരില്ല. ഈശ്വരനെ വിചാരിച്ച് എന്നെ അവരുടെ മുന്നിൽ കൊണ്ടുപോകല്ലേ. ഞാനല്ലേ വിളിക്കുന്നത്? എനിക്ക് പേടിയായിട്ടാണ്. പേടിക്കുന്നു? ഞാൻ കൂടി ഉള്ളപ്പോൾ ധൈര്യമായിട്ട് വരും. കൈ കഴുകൂ. ഇല്ല. രാജമ്മയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതല്ല, തനിയെ വന്നതാണ്. വരുമെങ്കിൽ വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. നീ എന്താണ് ഈ മിണ്ടാതെ നിൽക്കുന്നത്? എന്റെ നാക്ക് നാളെ പോയോ? എടി നാണം കിട്ടവളെ, ഇയാളുടെ പുറകെ ഇറങ്ങിത്തിരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ജാതിയും കുലവുമെങ്കിലും പൊരുത്തപ്പെടണ്ടേ? കുടുംബത്തിന്റെ മാനം കളയാതെ ഇറങ്ങി വാടി. ഇങ്ങോട്ട് ഇറങ്ങി വരാനാണ് എന്നോട് പറഞ്ഞത്. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ലേ? നീ വരില്ലേ? നിന്നെ കൊണ്ടുപോകാമെന്ന് ഞാൻ നോക്കട്ടെ. അത് പറ്റില്ല. ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ അത് തന്നെ അറിയണമല്ലോ. അങ്ങോട്ടേന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വാങ്ങുവാ. ഈ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ ശരി. രാജമ്മ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. മത്സരിക്കുന്നു. അത് കള. അല്ല, നമ്മൾ ഇവിടെ കിടന്ന് എന്തിന് തർക്കിക്കുന്നു? ഈ നാട്ടിൽ പോലീസില്ലേ? രാത്രി പിഴ കിടന്ന് ഉറങ്ങി കിടന്ന് പെണ്ണിനെ മോടിച്ചോണ്ട് വന്നത് പോരാ, പിന്നെ നിന്ന് പ്രസംഗിക്കുന്നു ഇല്ലേ? കേട്ടോ, നിങ്ങളുടെ മകളെ മോഷ്ടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പോലീസിൽ ഒരു അർജി എഴുതി കൊടുത്തു. ആ അത് ബുദ്ധി. ഇരുത്തരുത് കേട്ടോ ഡാക്ടർ സാറേ. സാറ് എവിടുത്തെ സാറ്? അതുപോലെ ചേട്ടാ, ഇനി ഇവിടെ നിൽക്കണ്ട. നമുക്ക് ഉടനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു അർജി എഴുതി കൊടുക്കാം. വന്നാട്ടെ. ഇയാൾ ഉദ്യോഗം കളയുന്ന കാര്യം ഞാനേ ഡോക്ടർ ഇരിക്കുന്ന പെണ്ണുകളെ ചേട്ടാ നമുക്ക് പോണം. ഇതൊന്നും കേട്ട് ഭയപ്പെടരുത്. കേട്ടതാ രാജമ്മയ്ക്ക് ഞാനും പായം തന്നെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ ഇരിക്കണം. ഞാൻ സ്റ്റേഷനിലേക്ക് വരണമായിരുന്നു. അതെ, ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ മാത്രം വന്നാൽ മതിയോ? രാജമ്മ കൂടി വരണ്ടേ? രണ്ടുപേരും വരണം. ശരി, ഉടനെ തന്നെ വന്നേക്കാം. സോറി ഫോർ ദ ട്രബിൾസ്. സാറേ, സൂക്ഷിച്ച് പടി. ആ ഇരിക്കുന്നു ഡോക്ടർ. രാജമ്മയ്ക്ക് ഇരിക്കാമല്ലോ. വോയിസ് പ്ലീസ്. ആ ഇരുന്നു. പുറത്തേക്കുന്ന ഗോപാലവിടെ ഇങ്ങോട്ട് വിളിക്കും. ഇരിക്കണം. ഇരിക്കില്ല. രാജമ്മയുടെ അച്ഛനാണല്ലോ വരുന്നത്. ഓഹോ. Good.
മോഷ്ടിച്ചിട്ട് പോയിരിക്കുമെന്നാണ് സംശയിക്കുന്നത്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകളാണ്? അതെ. എന്താ പേര്? രാജമ്മ. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. രാജമ്മ എപ്പോഴാണ് ഡോക്ടർ വന്ന് വിളിച്ചുകൊണ്ട് പോയത്? രാജമ്മയോടാണ് ചോദിക്കുന്നത്. ഡോക്ടർ എപ്പോഴാണ് വന്ന് വിളിച്ചുകൊണ്ട് പോയത്? എന്നെ വിളിച്ചുകൊണ്ട് പോയതല്ല, ഞാൻ തനിയെ ചെന്നതാണ്. അപ്പോൾ ഡോക്ടർ വന്ന് വിളിച്ചില്ല അല്ലേ? ഇല്ല. എന്തിനാണ് ഡോക്ടറുടെ വീട്ടിൽ പോയത്? രാജമ്മ അച്ഛനോടൊന്നിച്ച് വീട്ടിലേക്ക് പോകുന്നു? ഇല്ല. മോളെ, ശബ്ദിക്കരുത്. മകൾക്ക് എത്ര വയസ്സായി? 22. അപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു അല്ലേ? അതെ. രാജമ്മ വിവാഹം ചെയ്യാൻ ഡോക്ടർ ഒരുക്കമാണ്? അതെ. രാജമ്മയ്ക്കും ഇഷ്ടമാണ്? ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ലേ മോനെ? ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. രക്ഷകർത്താക്കളുടെ അനുവാദമില്ലെങ്കിലും വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ഇതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഗോപാലപിള്ളിക്ക് പോകാം. ഈ കല്യാണം നടന്നാൽ ഞങ്ങളുടെ ജാതിക്കാര് എന്റെ വീട് വിലക്കുകയാണ്. ജാതിക്കാരോ? ഇത്രയും വലിയൊരു മനുഷ്യനെ മകൾക്ക് ഭർത്താവായി കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിനിടയിൽ ജാതിയും കൊണ്ടുവന്നിരിക്കുന്നു. ഗോപാലപിള്ള പോണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനും കൂടെ വരാം. സമുദായക്കാരെല്ലാം പോയോ? ഡോക്ടർ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച്. പാർട്ടി നടത്താൻ മറക്കരുത്. നടത്താമെന്ന് പറയാതെ നടത്താം. ഹലോ. രാജമേ, രാധേ, എല്ലാം ഞാൻ അറിഞ്ഞു രാജമേ. അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തെ കൊണ്ട് ഉടനെ എത്തിയത്. എടോ, ഈ രാജ്യത്ത് നിയമവും നീതിയും ഒന്നും ഇല്ലെന്നാണ് താൻ കരുതിയത്? വക്കീൽ സാർ ഈ സമയത്ത് ഇവിടെ? എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയല്ല ഈ ബാലകൃഷ്ണൻ കട്ടുകൊണ്ട് പോയി കളഞ്ഞത്. വിടാനൊക്കുമോ? നിങ്ങൾ കള്ളനെ തൊണ്ടി സഹിതം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന വിവരം ഇപ്പോഴെന്നെ ഞാൻ അറിയുന്നത്. അറിഞ്ഞ ഉടനെ ഞാനും രാധയും കൂടി കാറും എടുത്തുള്ള ഒറ്റ പറക്കലായിരുന്നു. പക്ഷെ അല്പം വൈകിപ്പോയി. ഇവിടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കേസ് കിട്ടാൻ ചാൻസ് ഉണ്ടാവുന്ന കരുതി ഓടി വന്നതാ. പറ്റിയില്ല. ഞാനോ? ഒന്ന് പോണവിടുന്ന്. പെണ്ണുമോഷണത്തിനും മറ്റും ഞാൻ മക്കാത്ത് പിടിക്കാറില്ല. അതിരിക്കട്ടെ, എന്താ തീരുമാനം? നേരെ രജിസ്റ്റർ കച്ചേരി പോകും. ഞങ്ങളുടെ വിവാഹ രജിസ്റ്റർ അല്ലാണ്ട്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. അതെ, നമ്മളെ കൃത്യസമയത്തിന് എത്തിയത് കണ്ടു. ഇതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. വരൂ. നീ ഭാഗ്യവതിയാണ്. എന്താ ശബ്ദം? എന്താ? ഞാൻ പോയി നോക്കിക്കേ. അയ്യോ വേണ്ട, പോകണ്ട. ആരോ കല്ലെറിയ. അങ്ങ് പോകണ്ട. രാജമ്മ പേടിക്കണ്ട. ഇങ്ങനെ ഭയപ്പെട്ടവരെന്നും കല്ലെറിഞ്ഞത് വരും. അത് പറ്റില്ലല്ലോ. അയാള് നമ്മളെ കണ്ടു കാണുവാ? കണ്ടിട്ടൊന്നുമില്ല. നീ കണ്ടാത്തെന്താ? അവനും അവളും കൂടെ സൂര്യമായിട്ട് ജീവിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അവന്റെ കാര്യം വിട്. സ്വജാതിയെ നശിപ്പിച്ച അവളെയാണ് കൊല്ലേണ്ടത്. ആ പൊട്ടക്കണ്ണിയെ. നീ ഒന്നും അടങ്ങിയില്ലപ്പാ. രണ്ടിനെയും ഞാൻ ശരിയാക്കി തരാം. അതുപോലെ അത് മതി. അവരെ മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജാതിയിലുള്ള സകല പെൺപിള്ളേരും വഴിതെറ്റിപ്പോവും. വരട്ടെ. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും അരിവയ്ക്കാൻ നിന്നിട്ടുണ്ടോ? അയ്യോ, അതല്ലേ എന്റെ ജോലി. ഞാൻ പല വലിയ വീടുകളിലും അരിവയ്ക്കാൻ നിന്നിട്ടുണ്ട്. നിങ്ങളെ ഇവിടെ നിർത്തുന്നത് അരിയും കറിയും വെക്കാൻ വേണ്ടി മാത്രമല്ല.
രാജമ്മയ്ക്ക് ഒരു കൂട്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനം. അതെനിക്കറിയാമൻ. ഞാനൊരു അമ്മയെ പോലെ നോക്കിക്കോളാം. അപ്പോഴേ ഇന്നും ഇങ്ങനെ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കാവുന്നതാണ്. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചോണ്ടാണ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? ഊണുമില്ല, ഉറക്കവുമില്ല. ദിവസം ഇന്ന് 5-6 ആയില്ലേ? ഇത്ര വല്ലാത്ത എന്ത് സംഭവിച്ചു? അത് നിനക്ക് മനസ്സിലാവില്ല കമലേ. അങ്ങനെ അങ്ങോട്ട് സ്നേഹമുള്ള മകളായിരുന്നെങ്കിൽ അവൾ അച്ഛനെ ഇട്ടിട്ട് പോകുമായിരുന്നു. അവൾക്ക് ഒരുത്തനെ കിട്ടിയപ്പോ അവൾ അവിടെ കാര്യം നോക്കി. നിങ്ങൾ ഇങ്ങോട്ട് കിടന്നേ. ഇനി ആലോചിക്കാനുള്ളതെല്ലാം കാലത്ത് ആലോചിക്കാം. അങ്ങോട്ട് കിടക്കാൻ. ഇപ്പൊ നമ്മൾ എവിടെ പോവാണെന്നറിയാം? അറിയാൻ പാടില്ല. കാറ്റ് കൊള്ളാൻ. എവിടെ? ബീച്ചില്. എന്തിനാ നാണിയമ്മയെ വിളിക്കുന്നു? എന്റെ ബാഗിന് എടുത്തിട്ട് ആശുപത്രി പോകാൻ സമയമായി. ഞാൻ എടുത്തോണ്ട് വരാമല്ലോ. വേണ്ട വേണ്ട, അവിടെയൊക്കെ തട്ടി വീഴാനല്ലേ. അതെ അതെ, വീഴുമോ ഇല്ലയെന്ന് നോക്കിയുള്ളൂ. ഇതാ. ഇത്രയേറെ പ്രയോജനം കഴിഞ്ഞു. ഏമാൻ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എന്നെയും പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാം നടക്കും. എന്നിട്ട് ഓരോന്ന് എവിടെയൊക്കെയാണെന്ന് കുട്ടം ചോദിച്ച് മനസ്സിലാക്കും. 2 മാസം കൊണ്ട് ഇതല്ലേ ജോലി. അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ഈ നിശ്ചയം ഉണ്ടാവില്ല. മിടുക്കി, സമ്മതിച്ചു. ഞാൻ പോയിട്ട് വരട്ടെ. നാണിയമ്മേ, എന്താ പിന്നെ? അടുക്കള ജോലി തീരുമ്പോഴേക്കും എന്നോട് പറയണേ. ഓ, പറയാം. എന്താ എന്താ കാര്യം പറയും? എന്റെ ദൈവമേ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടുള്ളവളല്ലേ. നിങ്ങൾ ഒന്നിൽ കരഞ്ഞിട്ട് കാര്യം പറയണം, അല്ലെ കാര്യം പറഞ്ഞിട്ട് കരയണം. പൊന്നെ മാന്നെ, എന്റെ വീട് വരെ ഒന്ന് വരണം. എന്റെ കുഞ്ഞ് മരിക്കാൻ കിടക്കുന്നു. എന്താ കുഞ്ഞ് കുറെ നാളായിട്ട് സുഖല എടുക്കായിരുന്നു? അസുഖമൊന്നും ഇല്ലായിരുന്നേ മാന്നെ, ഇപ്പൊ ദേ കിടന്ന് കോച്ച് വലിക്കുന്നു. ഇപ്പൊ തന്നെ വരണം. അയ്യോ, അങ്ങനെ പറയരുത്. ഏമാൻ ഉടനെ വന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും. എവിടാ നിങ്ങളുടെ വീട്? ഇവിടെ അടുത്താണേ മാന്നെ. കാറ് പോകൂലോ? കാറ് വീട്ടു മുറ്റത്ത് ചെന്ന് നിൽക്കുവേ മാന്നെ. റോഡിറമ്പിലാ വീട്. ശരി, നിങ്ങളിവിടെ നിൽക്കും, ഞാനിതാ വരുന്നു. എന്താ? ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. രാജം ഉറങ്ങിക്കൊള്ളു. നാണിയമ്മേ, നാണിയമ്മേ. എന്തിനാ കുഞ്ഞെ വിളിച്ചത്? അദ്ദേഹമാണ് വിളിച്ചത്. നാണിയമ്മേ, കഥ അടച്ചേ, ഞാൻ ഉടനെ വരാം. പോവാ. അടച്ചേ. കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കൊള്ളാം, ഞാനിവിടെ കിടന്നോളാം. കഥ അടച്ചോ നാണിയമ്മേ? അടച്ചു കുഞ്ഞെ.
രാണിയമ്മേ, രാണിയമ്മേ, എന്താ അവനെ? അദ്ദേഹം വന്നെന്ന് തോന്നുന്നു. ചെന്ന് കഥ തുറന്നു കൊടുക്കൂ. വേണ്ടിപ്പോയാൽ ഒന്നുകളയും ഞാൻ. രാണിയമ്മേ, രാണിയമ്മേ, ആരാത്? ഇവിടെ നിർത്തണം.
രാജമ്മ എവിടെയാണ്? എന്തുണ്ടായെന്ന് പറയൂ. രാജമ്മേ, രാജമ്മേ. രാജമ്മേ, രാജമ്മേ. അങ്ങനെ ഈ കേസിനാസ്പദമായ സംഭവങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കുന്നതിൽ അന്ധമായ ജാതി ചിന്തയ്ക്കുണ്ടായിരുന്ന പ്രേരണാശക്തി കുറച്ചൊന്നുമായിരുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വിവരവും വിജ്ഞാനവും ഉള്ളവരെന്ന് സ്വയം ഭാവിക്കുകയും പുരോഗതിയുടെ പ്രവാചകന്മാരെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഉന്നതന്മാരായ വ്യക്തികൾ പോലും ക്ഷുദ്രമായ ജാതി ചിന്തയുടെ അടിമകളായിട്ട് ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധ വളരെ വിനയപൂർവ്വം തന്നെ മറ്റൊരു വഴിക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഗോപാലപിള്ളയും കമലമ്മയും ചെല്ലപ്പൻ നായരും ഉൾപ്പെടെ ഇവിടെ വിസ്തരിച്ചു കഴിഞ്ഞ എല്ലാ സാക്ഷികളുടെയും മൊഴികളുടെ വെളിച്ചത്തിൽ പരമമായൊരു കറുത്ത സത്യം തെളിഞ്ഞുവെന്ന് കഴിഞ്ഞിരിക്കുന്നു. കുത്തേറ്റ് മരിച്ചു എന്ന് പറയുന്ന സോമൻ നായർ അന്ധയെങ്കിലും സുന്ദരിയായ രാജമ്മയിൽ അഭിനിവേശമുള്ളവനായിരുന്നു എന്നുള്ളതാണ് ആ സത്യം. തന്റെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി രാജമ്മയുടെ വീട്ടിൽ ചെന്ന് സോമൻ നായർ വിവാഹാലോചന പോലെ നടത്തുകയുണ്ടായി എന്നുള്ള സാക്ഷികളുടെ മൊഴി ആ സത്യത്തിന് മുറുക്കം വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ താൻ ആഗ്രഹിച്ചിരുന്ന രാജമ്മയെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഈ ഇരിക്കുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ വിവാഹം കഴിച്ചു. ഇത് കണ്ട് കലികളിയ സോമൻ നായർ ഡോക്ടർ ബാലകൃഷ്ണനെയും രാജമ്മയെയും വകവരുത്തുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കിയ പരിപാടിയുടെ പരിണത ഫലമാണ് സോമൻ നായരുടെ മരണം എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് ഡോക്ടർ ബാലകൃഷ്ണനെ പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് അകറ്റിയിട്ട് സോമൻ നായരുടെ കിങ്കരന്മാർ ആക്രമിക്കുമ്പോൾ അന്ധയായ രാജമ്മയും പ്രായമായ വേലക്കാരിയും മാത്രമുള്ള വീട്ടിൽ കയ്യിൽ കഠാരയുമായി സോമൻ നായർ കടന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഈ ഗൂഢാലോചനയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. അന്ധയും ദുർബലയുമായ രാജമ്മ ദുഷ്ടനും ശക്തനും ഒരു കൊലക്കേസിൽ പ്രതിയുമായിരുന്ന സോമൻ നായരെ കുത്തിക്കൊന്നുവെന്ന് രാജമ്മ തന്നെ സമ്മതിച്ചാൽ പോലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് വിശ്വസിക്കാൻ സാധ്യമല്ല. രാജമ്മയെ ആക്രമിക്കുവാനുള്ള ശ്രമത്തിൽ എങ്ങനെയോ തറയിൽ വീണുപോയ കഠാര അയാളുടെ ശരീരത്തിൽ തറഞ്ഞു കയറിയത് മൂലം അയാൾ മരിച്ചു എന്നും വരാം. ഇനി വേണമെങ്കിൽ രാജമ്മ തന്നെയാണ് സോമൻ നായരെ കുത്തിക്കൊന്നുവെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ ദയക്കും മാപ്പിനും രാജമ്മയ്ക്ക് 100% അർഹതയുണ്ടെന്നാണ് എന്റെ വാദം. പാതിരാത്രിയിൽ ആയുധവുമായി വീട്ടിൽ കയറി വരുന്ന ഒരു അക്രമിയിൽ നിന്ന് സ്വന്തം ജീവനും ചാരിത്രവും രക്ഷിച്ചെടുക്കാനുള്ള ഒരുത്തിയുടെ ജന്മസിദ്ധമായ അവകാശം ചോദ്യം ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് സോമൻ നായരെ കുത്തിക്കൊന്നത് അന്ധയായ രാജമ്മയാണെന്നിരുന്നാൽ പോലും ആത്മരക്ഷയുടെയും ചാരിത്ര സംരക്ഷണത്തിന്റെയും സൗജന്യത്തിൽ രാജമ്മയ്ക്ക് മാപ്പ് കൊടുക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാദം അവസാനിപ്പിക്കുന്നു. കേസ് വിധി പറയുന്നതിന് വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചുള്ള പോലീസ് റിപ്പോർട്ട്, സാക്ഷിമൊഴികളും അഡ്വക്കേറ്റ്സിന്റെ വാദഗതികളും പരിശോധിച്ചതിൽ നിന്നും കോടതിയുടെ ദയയ്ക്കും മാപ്പിനും രാജമ്മ തികച്ചും അർഹയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നതിനാൽ കേസ് തള്ളിക്കളയുകയും രാജമ്മയെ വെറുതെ വിട്ടയക്കുകയും ചെയ്തു.